നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഇത് അഞ്ജന. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം. പുതുമുഖം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് പരിചയമുള്ള മുഖമാണ്, പക്ഷേ പുത്തൻപുലരിയിൽ പുതുമുഖം. രണ്ടാമത്തെ ദിവസം. ഓക്കെ, അപ്പോൾ ഇനി സ്ഥിരമായിക്കോട്ടെ എന്ന് കരുതുന്നു. പ്രേക്ഷകർ കാത്തിരിക്കുന്ന മുഖങ്ങളിലൊന്നാകട്ടെ അഞ്ജനയുടെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന വാർത്തകൾ നോക്കാം. ആശമാരുടെ അതിജീവന സമരത്തിന് ഇന്ന് 1 മാസം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള രാപ്പകൽ സമരത്തിന് വലിയ ജനപിന്തുണ. രണ്ടാം ഘട്ട പ്രതിഷേധങ്ങൾക്കൊരുങ്ങി ആശമാർ. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ ആള് കുറഞ്ഞുവെന്ന് പാർട്ടി വിലയിരുത്തൽ. 1.5 ലക്ഷം പേരെ പ്രതീക്ഷിച്ചെങ്കിലും എത്തിയത് 60,000-ൽ താഴെ ആളുകൾ മാത്രം. സാധാരണ പ്രവർത്തകർ വിട്ടുനിന്നതിന്റെ കാരണം അന്വേഷിക്കാൻ പാർട്ടി ജനം ബ്രേക്കിംഗ്. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം ഭൂസമരം ഇന്ന് 150-ാം ദിവസം. ഇന്നത്തെ റിലേ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞ വയോധികർ. വൈകിട്ട് സമരപ്പന്തലിൽ പ്രത്യേക സമ്മേളനവും വാഹനജാഥയും. സർക്കാർ പരിപാടിക്കായി വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കൈയിട്ട് വാരാൻ നീക്കം. വൃത്തി കോൺക്ലേവിന് തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകണമെന്ന് സർക്കാർ ഉത്തരവ്. 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുക 8 കോടിയിലധികം രൂപ. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ലഹരി ഉപയോഗം തടയാൻ നടപടി. ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച പരിശോധന ഇന്നു മുതൽ. ക്യാമ്പസുകൾ ലഹരിമുക്തമാക്കാൻ മാർഗരേഖ ഉടൻ. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നു. യുക്രൈൻ സന്നദ്ധത അറിയിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. സൗദി അറേബ്യയിലെ സമാധാന ചർച്ചകളിൽ സെലൻസ്കി പങ്കെടുക്കില്ല എന്ന് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസിലേക്ക്. മൗറീഷ്യസ് ദേശീയ ദിനാചരണത്തിൽ മുഖ്യാതിഥിയാകും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് ധാരണയ്ക്ക് സാധ്യത. സമുദ്ര സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള ചർച്ചകളും നടക്കും. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ തീരത്ത് കപ്പലുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാവികനെ കാണാതായി. പരിക്കേറ്റ 36 പേരെ രക്ഷപ്പെടുത്തിയതായി UK കോസ്റ്റ് ഗാർഡ്. അപകടത്തിൽപ്പെട്ടത് പോർച്ചുഗീസ് ചരക്കു കപ്പലും എണ്ണക്കപ്പലും. പൊങ്കാല ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 916 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. എടപ്പള്ളി, ട്രിവാൻഡ്രം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കിനി 1 നാൾ മാത്രം. കോവലനെ വധിക്കുന്ന ഭാഗമാണ് തോറ്റപ്പാട്ടുകാർ ഇന്ന് പാടുക. ദുഃഖസൂചകമായി ക്ഷേത്രനട ഇന്ന് വൈകി മാത്രമേ തുറക്കൂ. ആറ്റുകാലിലേക്ക് ഭക്തജന പ്രവാഹമാണ്. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, ഇന്ന് 7 മണിക്ക് വൈകി 7-7:30 സമയത്താണ് നട തുറക്കുക എന്ന് നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് അറിയിപ്പുണ്ടായിരുന്നതാണ്. ദൂരദേശങ്ങളിൽ നിന്ന് വരെ ഈ പൊങ്കാലയ്ക്ക് എത്താൻ കഴിയാത്തവരൊക്കെയും ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. പക്ഷേ ഈ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഈ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നത് പോലെ പൊങ്കാല ഒരുക്കങ്ങളുടെ ഭാഗമായി അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളാണോ? ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ഈ ക്ഷേത്ര പരിസരത്ത് വന്ന് തമ്പടിക്കുന്ന ആളുകളൊക്കെ ഇന്ന് രാവിലെ മുതൽ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. എന്താണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ? നമസ്തേ വീണ, ഞാൻ ആറ്റുകാൽ ദേവി ക്ഷേത്ര നടയിൽ നിന്നുമാണ് ഇന്ന് ചേരുന്നത്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 9-ാം ദിവസം, അതായത് ഇനി 2 ദിവസമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉള്ളത്. ഇന്ന് നട വൈകിയേ തുറക്കുള്ളൂ. ഇന്നിപ്പോൾ 7 മണിയായി. തോറ്റംപാട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് കണ്ണകി ചരിത പ്രകാരം ദേവിയുടെ ഭർത്താവായ കോവലിനെ പാണ്ഡ്യരാജാവ് വധിക്കുന്ന ഭാഗമാണ് ഇന്ന് തോറ്റംപാട്ടായിട്ട് പാടുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രനടയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുഃഖദിനമാണ്. 7 മണി 7:30 മണിക്ക് മാത്രമേ ഇന്ന്
ക്ഷേത്രനട തുറക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ നിരവധി ആളുകളാണ് ഈ 7:30 മണിക്ക് ശേഷം ദേവിയെ കാണാനും അനുഗ്രഹം തേടാനുമായിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നത്. 7 മണിക്ക് തന്നെ കൊന്നുതോറ്റം പാട്ട് ആരംഭിച്ചിട്ടുണ്ട്. ദേവി നമുക്കറിയാം കണ്ണകി ചരിത്രപ്രകാരം പാണ്ഡ്യരാജാവ് ദേവി ഭർത്താവായിട്ടുള്ള കോവലനെ ഈ മോഷണക്കുറ്റം ആരോപിച്ച് വധിക്കുന്ന ദിവസമാണെന്ന്. 5-ാം ദിവസമായ കഴിഞ്ഞ 5-ാം ദിവസമായിരുന്നു ദേവിയുടെ വിവാഹം. വിവാഹശേഷം ഇരുവരുടെ യാത്രയും കാവേരി പട്ടണത്തെ ജീവിതവും അതോടൊപ്പം തന്നെ അവിടെ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും ഒക്കെയാണ് ഈ 2 ദിവസം തോറ്റംപാട്ടായി പാടിയത്. ഇന്ന് ദേവിയുടെ ഭർത്താവായ കോവലനെ പാണ്ഡ്യരാജാവ് വധിക്കുന്ന ഭാഗമാണ്. 7 മണിയോടുകൂടി തന്നെ തോറ്റംപാട്ട് ആരംഭിച്ചിട്ടുണ്ട്. 7:30 മണിക്ക് നട തുറക്കുന്ന ചടങ്ങുകളാണ്. അതിനുശേഷം ഇന്ന് പതിവ് പൂജകളൊക്കെ രാവിലത്തെ പതിവ് പൂജകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഇന്ന് ഈ കോവല ചരിതത്തിൽ കോവലനെ വധിക്കുന്ന ഭാഗം വരുന്നത്. അപ്പോൾ ഇന്ന് ക്ഷേത്ര നടയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുഃഖമുള്ളൊരു ദിവസമാണ്. അതിലുപരി തന്നെ ഇനി ഏതാണ്ട് 2 ദിവസം മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ബാക്കിയുള്ളത്. ഇന്ന് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകളൊക്കെ ഇവിടേക്ക് എത്തി ക്ഷേത്ര പരിസരത്തും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ചുറ്റളവിനുള്ളിലൊക്കെ അടുപ്പ് കൂട്ടുകയും അതോടൊപ്പം തന്നെ ഈ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഒക്കെ നേരത്തെ തന്നെ ഒരുക്കുകയും ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഇന്ന് ആറ്റുകാൽ ദേവീക്ഷേത്ര നടയിൽ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അന്യസംസ്ഥാനത്തു നിന്നുൾപ്പെടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ദേവിയെ കാണാനും ക്ഷേത്ര ഉത്സവത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് അന്യ സംസ്ഥാനത്തു നിന്നുൾപ്പെടെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രത്യേക പാർക്കിംഗ് സൗകര്യം അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് എന്തെങ്കിലും ഹെൽത്ത് എമർജൻസി വന്നാൽ അതിന് പരിഹരിക്കാനുള്ള സംവിധാനം, അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, കേരള പോലീസിൻ്റെയൊക്കെ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസങ്ങൾ മാത്രമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഉള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ പതിവിലും വിപരീതമായിട്ടുള്ളൊരു തിരക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള വലിയ രീതിയിലുള്ള തിരക്ക് ക്ഷേത്രനടയിലുണ്ട്. വളരെ നിശബ്ദമായിട്ട് വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ദേവിയെ കാണാനായിട്ട് ഇവിടെ അല്ലെങ്കിൽ ദേവി അനുഗ്രഹം തേടാനായിട്ട് ഭക്തർ എത്തിയിട്ടുള്ളത്. തോറ്റംപാട്ട് 7 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് കൊന്നുതോറ്റാണ്. അപ്പോൾ കൊന്നുതോറ്റ് നേരത്തെ 7 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 7:30 മണിയോടുകൂടി കൊന്നുതോറ്റിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ശുദ്ധി അതായത് മരണം നടന്ന വീടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ശുദ്ധി ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രത്തിനകത്തേക്ക് ആളുകളെ കയറ്റിവിടും, അല്ലെങ്കിൽ ഭക്തരെ കയറ്റിവിടും. അപ്പോൾ ഇപ്പോൾ എന്തായാലും അകത്തെ നട തുറന്നിട്ടുണ്ട്. പുറത്തു നിന്നും ആളുകളെ കാത്തു നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ഭക്തരെ കയറ്റിവിടാനുള്ള നടപടി കയറ്റിവിടാൻ ആരംഭിച്ചിട്ടുണ്ട്. കാരണം 7:30 മണിക്ക് നട തുറക്കും. വലിയ രീതിയിലുള്ള തിരക്ക് ഇന്ന് അനുഭവപ്പെടും. കാരണം ഇന്ന് വളരെ വൈകിയാണ് ഇന്ന് നട തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് 7-ാം ദിവസ ഉത്സവമാണ്. ഇന്ന് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പരിപാടികളൊന്നും ഒരുക്കിയിട്ടില്ല. കാരണം ഒരു ദുഃഖസൂചകമായിട്ട് പോകുന്ന ദിനമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിപാടികളൊന്നും ഇന്നിവിടെ ഒരുക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ കുത്തിയോട്ടക്കാർ വന്ന് കുത്തിയോട്ടത്തിൽ നിൽക്കുന്ന ബാലന്മാർ കുളിച്ചതിന് ശേഷം മാത്രമേ അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുത്തിയോട്ടക്കാരെന്ന് പറയുന്നത് ദേവീ ഭടന്മാരാണ്. മുറിവേറ്റ ദേവീ ഭടന്മാരെയാണ് കുത്തിയോട്ടക്കാരായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവരെ കുളിച്ചതിന് ശേഷം മാത്രമേ ഇനി അമ്പലത്തിനകത്തേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് പതിവുപോലെ തന്നെ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഏതാണ്ട് 2 ദിവസം മാത്രമാണ് പൊങ്കാല ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ പൊങ്കാല മഹോത്സവത്തിനായിട്ട് 2 ദിവസം മാത്രമാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കുകൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഈ 2 ദിവസമാണല്ലോ ആറ്റുകാൽ പരിസരം ഒന്നാകെ ഈ പൊങ്കാലയ്ക്ക് വേണ്ടി ഒരുങ്ങുക. നമുക്കറിയാം ക്ഷേത്ര പരിസരം മാത്രമല്ല, ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള വീടുകൾ പോലും ഈ ക്ഷേത്ര പരിസരമായി മാറുന്നൊരു സാഹചര്യം. അതിപ്പോൾ വലുതായി വരുന്നത് കാണാം. ഓരോ വർഷം കഴിയുന്തോറും ഏതാണ്ട് 8-10 കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാലക്കലങ്ങൾ നിരക്കുക. അവിടങ്ങളിലെല്ലാം ഇത് ക്ഷേത്രഭൂമിയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അങ്ങനെ ചുറ്റുപാട് നിന്നും ഉള്ള കാഴ്ചകൾ കൂടി എന്തൊക്കെയാണ് എന്ന് പറയൂ. ഒപ്പം ഇന്ന് ഈ വിവിധ സ്റ്റേജുകളിലായി പ്രധാനപ്പെട്ട കലാപരിപാടികളൊക്കെ ഇന്ന് നടക്കാറുണ്ടല്ലോ, ഇന്നും നാളെയുമൊക്കെയായി. വിവരങ്ങളൊക്കെ പറയൂ.
തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഒരു 10-12 കിലോമീറ്റർ ഉള്ളിൽ അല്ലെങ്കിൽ 10-12 കിലോമീറ്ററോളം ദൂരത്തിൽ പൊങ്കാല മഹോത്സവത്തിൽ പൊങ്കാല അടുപ്പുകൾ നിരക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് ക്ഷേത്ര പരിസരത്തിനകത്ത് ഈ 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിൽ ആളുകൾ വന്ന് അടുപ്പ് കൂട്ടുകയും അടുപ്പുകൾ പിടിക്കുകയും അതോടൊപ്പം തന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ ഇത്തരത്തിൽ അടുപ്പ് കൂട്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേത്രത്തിൽ നിന്നും ഒത്തിരി ദൂരേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ CMT അതോടൊപ്പം തന്നെ കവടിയാറ് അതോടൊപ്പം തന്നെ കനകക്കുന്ന് ആ ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ നേരത്തെ തന്നെ ഈ അടുപ്പുകൾ പിടിച്ച് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ അടുപ്പ് ബുക്ക് ചെയ്തിട്ടൊക്കെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ നേരത്തെ തന്നെ അല്ലെങ്കിൽ 5-6 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരത്തിൽ അടുപ്പ് കൂട്ടി അടുപ്പ് പിടിച്ചിട്ടുണ്ട് ഉള്ള അടുപ്പ് കൂട്ടിക്കൊണ്ടുള്ള അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ടൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പോലും ക്ഷേത്രത്തിന് പുറത്തെ പ്രധാന വേദികളിലൊക്കെ കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഒരു കലാകാരനെ അരങ്ങേറുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യം അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹമായി കാണുന്ന ഒരു നഗരം കൂടിയാണ് തിരുവനന്തപുരം. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ പരിപാടികളും ഇന്നും പ്രശസ്തരായിട്ടുള്ള ഇത്തരത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത് പതിവാണ്. അത്തരത്തിലുള്ള വരുന്ന 2 ദിവസങ്ങളും ഉണ്ടായിരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. പ്രധാന വേദികളെല്ലാം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് പ്രധാന വേദി 3 വേദികളിലും ഇത്തരത്തിൽ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ ഉണ്ടായിരിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെടുന്നുണ്ട്. 7:30 മണിയോട് കൂടി ആളുകളെ അല്ലെങ്കിൽ ഭക്തരെ കടത്തിവിടും. അത്തരത്തിൽ ഇന്ന് ദുഃഖസൂചകമായതുകൊണ്ട് തന്നെ വൈകിയാണ് ക്ഷേത്രനട തുറന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കും ഇന്ന് ക്ഷേത്രത്തിൽ നിന്നും അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഈ അക്ഷമരായിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറാനായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് കയറി അനുഗ്രഹം തേടാനായിട്ട് കാത്തു നിൽക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല നടക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 2 ദിവസത്തിനുള്ളിൽ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. ഈ 2 ദിവസം ഇനി ഉറങ്ങാതെ അല്ലെങ്കിൽ കഴിഞ്ഞ 8 ദിവസങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ 7 ദിവസങ്ങളായിട്ടുള്ള ആഘോഷ പരിപാടികൾക്ക് പുറമെ 2 ദിവസം ഇനി ഒരുപക്ഷെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരുപക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. എന്തായാലും യാഗശാലയാകാൻ ഇനി ഏതാണ്ട് 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അനന്തപുരി ഒരു അക്ഷരാർത്ഥത്തിൽ യാഗശാലയാകുന്ന ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് ദേവിയുടെ പുണ്യം തേടി പൊങ്കാല ഇടാനായിട്ടും അതോടൊപ്പം തന്നെ പൊങ്കാല നിവേദ്യം അർപ്പിക്കാനായിട്ടും ദേവി നടയിലേക്ക് എത്തുന്നത്. 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. വളരെ നന്ദി ടിൻഡു വിവരങ്ങൾ നൽകുകയായിരുന്നു. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് നോക്കൂ, ഓരോരുത്തരുടെയും മുഖത്ത് എത്രത്തോളം ഭക്തിയുണ്ടെന്നല്ലേ. ടിൻഡു ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, യാഗശാല എന്ന് പറയുന്നത്. പണ്ടുള്ളവർ ഈ ആചാരങ്ങളെ എത്രത്തോളം ശാസ്ത്രവുമായി കണക്ട് ചെയ്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടിയാണത്. കാരണം ഇത്രയധികം ഇത് ഉപയോഗിക്കുന്നതെല്ലാം ഈ ഉണങ്ങിയ ഓല, ചൂട്ട്, കൊതുമ്പ് എന്ന് പറയുന്ന ഇത്തരം സാധനങ്ങളാണല്ലോ. അതെല്ലാം ചേർത്ത് മൺകലത്തിൽ വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പുക അത് അക്ഷരാർത്ഥത്തിൽ അന്തരീക്ഷത്തെ, ഈ ഒരു വേനൽക്കാല അന്തരീക്ഷത്തെ മലിനമുക്തമാക്കുന്നതിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ആ തരത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആചാരങ്ങളും ശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്നത്. പലപ്പോഴും അത് ഒരു അനുഷ്ഠാനം എന്ന രീതിയിൽ സ്വയം ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് എന്ന രീതിയിൽ ആണ് അത് സ്ത്രീകൾ ഈ ദിവസം ആചരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ടിൻഡു സൂചിപ്പിച്ചൊരു 10-12 കിലോമീറ്ററോളം യാഗശാലയായി മാറും ഈ ക്ഷേത്രത്തിന് ചുറ്റും. ഓക്കെ, എന്തായാലും ഓരോ മണിക്കൂറിലും നമ്മൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടുതലായി തന്നെ നൽകിക്കൊണ്ടിരിക്കും. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ലഹരി ഉപയോഗം തടയാൻ നടപടികൾ ആരംഭിച്ച VC-മാർ. ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ഇന്നു മുതൽ ആരംഭിക്കും. ക്യാമ്പസുകളിലെ ലഹരി വ്യാപനം നിയന്ത്രിക്കാനാകാതെ വന്നതോടെ ഗവർണർ ഇടപെട്ടിരുന്നു. ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കാൻ മാർഗരേഖ ഉടൻ പുറത്തിറക്കും. വിവരങ്ങൾ നൽകാനായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർ DGPയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ ആക്ഷൻ പ്ലാനും ഇതും സംബന്ധിച്ചുണ്ടാകണമെന്ന് പറഞ്ഞു. കാരണം ലഹരി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ
കേരളത്തിൽ എനിക്ക് തോന്നുന്നു വീണ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടി വരികയാണ്. കുട്ടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, ചിന്തിക്കാത്ത സ്ഥലങ്ങളിൽ ലഹരി ഉപയോഗം കൂടി വരുന്നൊരു സാഹചര്യമാണ്. അതൊരു സ്വാഭാവിക പ്രക്രിയ പോലെ കുട്ടികളെ ഏറ്റെടുക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ആശങ്കയാവുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ഒപ്പം നിന്ന് കോളേജ്, സ്കൂൾ തുടങ്ങിയ അധ്യാപകരുടെ ഇടയിൽ നിന്നും ശക്തമായൊരു നടപടി ഉണ്ടെങ്കിലേ നമുക്കതിന് ചേർത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായ ഒരു നിർദ്ദേശം കോളേജുകളിലേക്ക് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഹോസ്റ്റലുകളിൽ കൃത്യമായ പരിശോധന ഉണ്ടാകണം. ഒപ്പം തന്നെ PTA മീറ്റിങ്ങുകളിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യം കൂടുതൽ ഉറപ്പിക്കണമെന്നും ഗവർണർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിനീഷ്? അഞ്ചു, നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസമാണ് വിസിമാരുടെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ ഗവർണർ രാജ്ഭവനിലേക്ക് വിസിമാരെ വിളിച്ചു വരുത്തി ഒരു പ്രത്യേക യോഗം ചേർന്നത്. സംസ്ഥാനത്തെ സർവകലാശാലകളിലെല്ലാം തന്നെ ലഹരി ഉപയോഗം പ്രതിദിനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, അത് നമ്മുടെ പുതുതലമുറയെ വലിയ തോതിൽ ബാധിക്കും എന്ന വിലയിരുത്തലുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്ഭവനിലേക്ക് വിസിമാരെ ഗവർണർ വിളിച്ചു വരുത്തിയതും ഇവരുമായി ചർച്ച നടത്തിയതും. അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് വിസിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, പ്രത്യേകിച്ച് ലഹരികൾ ക്യാമ്പസുകളിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമം സംസ്ഥാനത്തെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം തന്നെ ക്യാമ്പസിനുള്ളിൽ തന്നെ നേരിട്ട് വിസിമാർ ഇറങ്ങി പരിശോധനകൾ നടത്താനുള്ള ഒരു തീരുമാനം. ഇത് പ്രധാനമായും ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും ഒപ്പം തന്നെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന തരത്തിൽ ലഹരി ക്യാമ്പസിലേക്ക് എത്തുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ AI സംവിധാനം ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കാനും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിരീക്ഷണത്തിനായി AI സംവിധാനങ്ങൾ ഉപയോഗിക്കാനും ഇന്നലെ ഗവർണറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ ലഹരി വിമുക്ത പരിപാടികൾ സംഘടിപ്പിക്കാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക. ഒപ്പം തന്നെ മാസത്തിൽ ഒരു തവണ ലഹരി വിമുക്ത ദിനമായി ആചരിക്കാൻ ക്യാമ്പസുകളിൽ പ്രത്യേക ദിനം തുടങ്ങണമെന്ന നിർദ്ദേശം. ഈ ലഹരി ഉപയോഗത്തിന്റെ വർധനവ് അത് സംസ്ഥാനത്തെ യുവതലമുറയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് സംബന്ധിച്ച് കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ ചേർന്ന ഗവർണറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. വിസിമാരുടെ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമായത്. ഒപ്പം തന്നെ അടിയന്തരമായ ഒരു സർക്കുലർ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും സർക്കുലർ പുറപ്പെടുവിക്കും. കാരണം ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ സർക്കുലർ പുറപ്പെടുവിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിക്കുക. ഒപ്പം തന്നെ അതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ഈ ലഹരി ഉപയോഗത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും സർവകലാശാലകൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ഒപ്പം തന്നെ ലഹരി ഉപയോഗം തടയുന്നതിനായി മറ്റു സന്നദ്ധ സംഘടനകളുടെ സഹായങ്ങൾ ക്യാമ്പസുകളിൽ തന്നെ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുക എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു. ഒപ്പം തന്നെ ലഹരിയുടെ വ്യാപനം ക്യാമ്പസുകളിലേക്ക് എത്താതിരിക്കാൻ പ്രധാനമായും പോലീസിന്റെ സഹായമാണ് തേടാനുള്ള ഒരു നിർദ്ദേശം വിസിമാർ മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ കാരിയർമാരായി വിദ്യാർത്ഥികൾ തന്നെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ സർവകലാശാല മേധാവികൾക്ക് ലഭിച്ചിട്ട്, ഒപ്പം തന്നെ അധ്യാപകർക്കും ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ ലഹരി എത്തിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. ഇവർക്കൊക്കെ പ്രത്യേക കൗൺസിലിംഗ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇന്നലത്തെ യോഗം പോയത്. എന്തായിരുന്നാലും സംസ്ഥാനത്തെ ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ സംസ്ഥാനത്തെ വിസിമാരുടെ യോഗം ചേർന്നത്. അതിന്റെ അടിയന്തര നടപടികൾ ഇന്നു മുതൽ തന്നെ ആരംഭിക്കും. ആദ്യഘട്ടം എന്ന രീതിയിൽ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ ശക്തമാക്കാനാണ് തീരുമാനിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിന്റെ സഹായത്തോടുകൂടി ലഹരി വ്യാപനം ക്യാമ്പസുകളിലേക്ക് എത്തിക്കുന്നത് തടയാനുള്ള നടപടിക്രമങ്ങളിലേക്കും സംസ്ഥാനം കടക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഓക്കെ, ശരി വിനീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. അതേസമയം കോഴിക്കോട് ജില്ലയുടെ കാര്യത്തിലേക്ക് വന്നാൽ, നമ്മൾ കേരളം ഒട്ടാകെയുള്ള കണക്കുകളൊക്കെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ ലഹരി മാഫിയ പിടിമുറുക്കുന്നതാണ് കാണുന്നത്. ഈ വർഷം എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ മാർച്ച് 11 ആകുന്നതേ ഉള്ളൂ. ഈ വർഷം ഇതുവരെ 716 കേസുകൾ, ലഹരിയുമായി ബന്ധപ്പെട്ട 716 കേസുകളാണ് ഉണ്ടായത്. അതിൽ 819 പേർ പിടിയിലായിട്ടുണ്ട്. അതിന് നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ല. ലഹരി വിൽപ്പനയും ഉപയോഗവും വ്യാപകമാവുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവിടെ ആശങ്കയിലുമാണ്. ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. ദിസ്ന, ഇതൊന്നും നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കണക്കുകളല്ല, കൃത്യമായി കേസെടുത്തിട്ടുള്ളതാണ്. 819 പേർ പിടിയിലായിട്ടുമുണ്ട്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഊതിപ്പെരുപ്പിച്ച കണക്ക് എന്ന് തോന്നുമ്പോൾ യഥാർത്ഥ കണക്കാകുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക വളരെ വലുതാണ്.
എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കാലയളവ് വരെ ഉണ്ടായിട്ടില്ല എന്നുകൂടി പറയേണ്ടി വരും. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 ഇതുവരെയായി സിറ്റി പോലീസ് പരിധിയിൽ 596 കേസുകളും റൂറൽ പോലീസ് പരിധിയിൽ 223 ലഹരി കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ 819 പേരാണ് കോഴിക്കോട് ജില്ലയിൽ ഈ വർഷം തന്നെ പിടിയിലായിരിക്കുന്നത് എന്ന കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. പ്രധാനമായും ഗ്രാമനഗര വ്യത്യാസമില്ലാതെയാണ് ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത് എന്നുകൂടിയാണ് ACP ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയും നമ്മൾ എടുത്തിരുന്നു. അതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് കേസുകൾ വർദ്ധിക്കുമ്പോഴും ശക്തമായ രീതിയിലുള്ള പരിശോധനയും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ഡിഹഡ് മുതലായ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ്. പക്ഷെ വലിയ ആശങ്കയിലാണ് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ. നമുക്കറിയാം, സമാനമായ രീതിയിൽ പലതരത്തിലുള്ള ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം MDMA വിഴുങ്ങി യുവാവ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ വ്യക്തമായി ലഹരി വസ്തു അകത്ത് ചെന്നിട്ടാണ് മരണം ഉണ്ടായത് എന്നുള്ള സ്ഥിരീകരണങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിൽ കൂടി തന്നെയാണ് കോഴിക്കോട് ജില്ല കടന്നു പോകുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ജനൻ TV തന്നെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ബീച്ച് ആശുപത്രിയിലെ ലഹരി മരുന്നിന്റെ വ്യാപകമായ ഉപയോഗം, പട്ടാപകൽ പോലും ലഹരി മരുന്ന് ഉപയോഗിക്കുകയാണ്. ലഹരി വിമോചന കേന്ദ്രത്തിന് മുന്നിലാണ് അത്തരത്തിലുള്ള ലഹരി മരുന്നിന്റെ ഒക്കെ ഉപയോഗം. അത്തരത്തിൽ നിരവധി കേസുകളാണ് ദിവസം തോറും കോഴിക്കോട് ജില്ലയിൽ വർദ്ധിച്ചു വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. പ്രത്യേകിച്ച് ഈ താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ രീതിയിൽ ലഹരി മാഫിയയുടെ ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ള വ്യാപകമായ പരാതി വന്നിരുന്നു. പ്രത്യേകിച്ച് ഷഹബാസിന്റെ കൊലപാതക സമയത്തൊക്കെ തന്നെയും പിതാവ് നൽകിയ പ്രതികരണത്തിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ലഹരി മാഫിയയുടെ ഒരു കടന്നുകയറ്റം ആ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നൊരു കാര്യം തന്നെ ഈ പിതാവ് പറഞ്ഞിരുന്നു. അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വർധനവ് തന്നെയാണ് ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പരിശോധന ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് പോലീസ് തലത്തിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത്. നമുക്കറിയാം, ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രധാനമായും ഈ സ്കൂൾ അടയ്ക്കേണ്ട കാലഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ സമയത്തൊക്കെ തന്നെയും വ്യാപകമായി വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെയും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതൊരു ആക്രമണത്തിലേക്ക് കടക്കാതെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെയും ഒഴിവാക്കി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് യുവതലമുറയെ കേന്ദ്രീകരിച്ച് സാമൂഹികപരമായ കൂട്ടായ്മയിലൂടെ ഈ ലഹരിയുടെ ഉപയോഗം കുറയ്ക്കുവാനുള്ള പദ്ധതികൾ പോലീസിൽ ഉൾപ്പെടെ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നു എന്നൊരു വിവരം തന്നെയാണ് ACP ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും ഇന്നലെ നമുക്ക് ലഭ്യമായിട്ട്. നമുക്കറിയാം, സ്കൂൾ തലം മുതൽ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ തുടങ്ങുന്നു. പ്രത്യേകിച്ച് ഈ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കുന്നു. അത്തരത്തിലേക്കുള്ള ഒരു സമീപനത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. പക്ഷേ ഈ കണക്കുകൾ എന്തുകൊണ്ടാണ് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ 2025 ആവുന്നതേയുള്ളൂ, അപ്പോൾ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കേസിന്റെ വർധനവുണ്ടാവുന്നു? അതും ഈ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ തന്നെയും എന്ന് പറയുന്നത് യുവാക്കളിലാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ്. വലിയ സംഘങ്ങളായി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതിലൊരു കണ്ണിയെ മാത്രം പോലീസിന് പിടികൂടാൻ കഴിയുന്നു. പിന്നീട് അന്വേഷണം വ്യാപകമാവുമ്പോഴാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഘങ്ങളായി കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തുന്നത് എന്നൊരു വിവരം പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ആ ലഹരി മരുന്ന് ഉപയോഗം പിന്നീട് അതിക്രമത്തിലേക്കും അക്രമത്തിലേക്കും കടക്കുന്നു. അത് കിട്ടാതാകുമ്പോൾ വീട് കയറി മോഷണം നടത്തി ഉൾപ്പെടെ പണം കണ്ടെത്തി ലഹരി വാങ്ങുവാനുള്ള ഒരു സാധ്യത യുവാക്കൾക്കിടയിൽ ഉയരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിൽ തന്നെയാണ് ഈ ലഹരി ഉപയോഗം കൊണ്ടുപോകുന്നത് എന്ന ഞെട്ടിക്കുന്ന കണക്കുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഞാൻ നേരത്തെ കണക്കുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റൂറൽ മേഖലയിലും സിറ്റി മേഖലയിലും വലിയ രീതിയിലുള്ള കേസിന്റെ വർധനവ് ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ ദിവസം അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന പരിശോധനകളിൽ MDMA ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടുന്നു. അത്തരത്തിൽ ഒരു സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ലഹരി മാഫിയയുടെ ഒരു കേന്ദ്രമായി കോഴിക്കോട് ജില്ല മാറുന്നു എന്ന വസ്തുത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബീച്ച് ആശുപത്രി പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾ വന്നു പോകുന്ന ഇടങ്ങളിൽ പോലും വ്യാപകമായി ലഹരിയുടെ ഉപയോഗം ഉണ്ടാവുന്നു എന്നതാണ് വസ്തുത. വീണ. ഓക്കെ, ശരി ദിസ്ന. ഇത് ആശങ്കപ്പെടുത്തുന്നു. ഓരോ ദിവസവും വരുന്ന കണക്കുകൾ നമുക്ക് ഈ തരത്തിൽ തന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന കണക്കുകളാണ്. വീണ്ടും വാർത്തകളിലേക്ക്. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ ആള് കുറഞ്ഞെന്ന് പാർട്ടി വിലയിരുത്തൽ.
1.5 ലക്ഷം പേരെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 60,000-ൽ താഴെ ആളുകൾ മാത്രമാണ് എത്തിയത്. സാധാരണ പ്രവർത്തകർ വിട്ടുനിന്നതിന്റെ കാരണം അന്വേഷിക്കാൻ പാർട്ടി തീരുമാനം. ജനം ബ്രേക്കിംഗ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇതൊരു പുതിയ കാര്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടതുണ്ടോ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇതിനു മുമ്പും പാർട്ടി പരിപാടികളിൽ ആള് ഇല്ലാത്ത കസേരകളെ നോക്കി സമ്മേളനം നടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 1 ലക്ഷം പേരെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് 60,000 പേര് മാത്രമാവുകയും ആൾ കുറഞ്ഞ കസേരയിലേക്ക് നോക്കി പാർട്ടിയുടെ ആൾക്കാർ സമ്മേളനത്തിന് വേണ്ടി ആളുകളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കേണ്ട ഒരു CPM ഞെട്ടലുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കി 40,000 പേർ എങ്ങോട്ട് പോയി എന്നുള്ള അവരുടെ പ്രവർത്തന സംഘടനാ റിപ്പോർട്ടിൽ അവർ വ്യക്തമാക്കിയിരുന്നു. അതെ, ഒപ്പം തന്നെ അവരുടെ ഈ ഒരു കാലയളവിൽ ഉണ്ടായ പ്രവർത്തനങ്ങളെയും കൂടി മുൻനിർത്തി ചിന്തിച്ചാൽ കൂടുതൽ ഉത്തരം അവർക്ക് തന്നെ ആലോചിച്ചെടുക്കാനും മനസ്സിലാക്കാനും സാധിക്കും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രജിത് മോഹൻ? അഞ്ജന, ഇത് CPM-ന്റെ ഏതെങ്കിലും ഒരു പൊതുയോഗമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ആളില്ലാത്തൊരു വേദിയോ അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് CPM-ന്റെ സംസ്ഥാന സമ്മേളനമാണ്. കേരളത്തിൽ CPM-ന്റെ സംഘടനാ ശക്തി ഏറ്റവും ദൃശ്യമായി പ്രകടിപ്പിക്കാൻ അവർക്കുള്ള അവസരവും അത് കാലങ്ങളായി അവർ ചെയ്തു വരുന്ന ഒരു രീതി കൂടിയാണത്. പാർട്ടി സംസ്ഥാന സമ്മേളനങ്ങളിൽ കൂടുതൽ ആളുകളെ എത്തിച്ച് അത് സമീപ ജില്ലകളിൽ ഇപ്പോൾ സമ്മേളനം നടക്കുന്ന ജില്ലയ്ക്ക് പുറമെ സമീപ ജില്ലകളിൽ നിന്ന് കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ടായിരിക്കും അത്തരം സമ്മേളനങ്ങളിൽ ശക്തി തെളിയിക്കുന്ന ഒരു പതിവ് CPM കാഴ്ചവെക്കുന്നത്. എന്നാലും ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിൽ അക്കാര്യത്തിൽ വലിയ അടി CPM-ന് കിട്ടിയിട്ടുണ്ട്. കാരണം 1.5 ലക്ഷം പേരെങ്കിലും സംസ്ഥാന സമ്മേളനത്തിന് എത്തും എന്നുള്ളതായിരുന്നു CPM കണക്ക് കൂട്ടിയിരുന്നത്. കൊല്ലത്ത് നിന്നും സമീപ ജില്ലകളായ ആലപ്പുഴ, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ നിന്നെല്ലാം ഈ രീതിയിൽ ആളുകൾ കൂടുതലായി സമ്മേളന നഗരിയിലേക്ക് എത്തിക്കാനുള്ള വ്യവസ്ഥകളും CPM ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ ഇത് കൃത്യമായി നടപ്പിലാകാത്തൊരു സാഹചര്യം വന്നതിൽ CPM നേതാക്കൾ തന്നെ ഞെട്ടലിലായിരിക്കുകയാണ്. 1.5 ലക്ഷം പേരെ പ്രതീക്ഷിച്ചെടുത്ത് 60,000-ൽ താഴെ ആളുകൾ മാത്രം സമ്മേളന വേദിയിൽ എത്തി എന്നുള്ളതാണ് CPM-ന്റെ കണക്ക്. ഈ മുൻനിരയിലുണ്ടായിരുന്ന ബാരിക്കേഡിന് മുൻനിരയിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ മാത്രമാണ് പലപ്പോഴും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിൻനിരയിലൊക്കെ നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ നിരവധി കസേരകളും ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു പരിശോധനയ്ക്ക് മുതിരുകയാണ് പാർട്ടി. എന്തുകൊണ്ട് സമ്മേളനത്തിന് ആളെത്തിയില്ല എന്നുള്ള കാര്യത്തിലൊരു ആഭ്യന്തര അന്വേഷണത്തിന് പാർട്ടി മുതിരാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പാർട്ടി പോവുകയാണ്. നിലവിൽ ഇത് സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചകൾ CPM-ന്റെ ഉൾപാർട്ടി ചർച്ചകളായ നേതാക്കൾക്കിടയിലുണ്ട്. പക്ഷേ പൊതുവിടത്തിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സമ്മേളന ഒരു മീറ്റിംഗ് വേദിയിലോ യോഗത്തിലോ ഇതുവരെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ നേതാക്കൾക്കിടയിൽ ഇതിൽ വലിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് സമ്മേളനത്തിന് വേണ്ടി ഇത്ര വലിയ സംവിധാനങ്ങൾ ഒരുക്കിയപ്പോൾ, ഇത്രയധികം പണം ചെലവഴിച്ചപ്പോൾ അത് കൃത്യമായി താഴെ തട്ടിലെ പ്രവർത്തകരെ എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് CPM പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച പാർട്ടി പരിശോധനകൾ ഉടൻ ഉണ്ടാകും എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ ചില പ്രശ്നങ്ങൾ, കരുനാഗപ്പള്ളി അടക്കമുള്ള മേഖലകളിൽ നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ ഇതിനെ ബാധിച്ചോ എന്നുള്ള കാര്യവും CPM പരിശോധിക്കും. എന്തായാലും നേതാക്കൾ വിലയിരുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. നേരത്തെ സംഘടനാ റിപ്പോർട്ടിന്റെ കാര്യമടക്കം സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ അകറ്റുന്ന ഒരു സർക്കാർ സംവിധാനം നിലനിൽക്കുന്നത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം CPM നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. അത് സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമായതാണ്. അതിൽ പറയുന്നത് പോലെ നേതാക്കൾ അല്ലെങ്കിൽ സർക്കാരിന്റെ നയങ്ങൾ, സമീപനങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പൊതുജനങ്ങളെ അടക്കം CPM-ന്റെ താഴെ തട്ടിലുള്ള കേഡറുകളെ അടക്കം പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ വിതരണം അടക്കമുള്ള വിഷയങ്ങളിലെ പാളിച്ചകൾ, തദ്ദേശ തലങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലുണ്ടായിട്ടുള്ള പാളിച്ചകൾ, സർക്കാർ അധികമായി നികുതി ഈടാക്കുന്നതും ഫീസുകളും ലെവികളും സെസ്സുകളും ഒക്കെ ഈടാക്കുന്ന അല്ലെങ്കിൽ അത്തരം സമീപനത്തിലേക്ക് സർക്കാർ പോകുന്നത്, കൂടുതൽ ജനങ്ങളെ പിഴിയുന്ന സമീപനം സ്വീകരിക്കുന്നത്, അതേസമയം അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ വീഴ്ചകൾ ഉണ്ടാകുന്നത്, ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിവിധ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന കാലതാമസം, സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പിലുണ്ടാകുന്ന കാലതാമസം, വിവിധ സ്കോളർഷിപ്പുകളും മറ്റും നൽകുന്നതിലുണ്ടാകുന്ന കാലതാമസം, അങ്ങനെ ഈ തുടർഭരണം വന്നതുകൊണ്ട് സംസ്ഥാനത്തെ CPM-ന്റെ സംഘടനാ സംവിധാനം ഒരുപക്ഷെ തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള പാർട്ടി വിലയിരുത്തൽ, ആ പാർട്ടി വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ തിരുത്തൽ നടപടികളിലേക്കൊക്കെ പോകുന്നതിന്റെ ആവശ്യകത ഈ സമ്മേളനത്തിൽ ആൾ കുറഞ്ഞത് തന്നെ CPM-നെ അന്താളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ചില പരിപാടികളൊക്കെ ആൾ കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില വിലയിരുത്തലുകളും വാർത്തകളും ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ CPM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടിയായി CPM കാണുന്ന ഒരു രീതിയല്ല. അത് കാലങ്ങളായി അത്രയധികം ആളുകളെയൊക്കെ എത്തിച്ച് സംഘടനാ ശക്തി വിളിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ CPM പലപ്പോഴും ശ്രമിക്കാറുണ്ടായിരുന്നു. ഇത്തവണയും ഈ റെഡ് വോളണ്ടിയേഴ്സിനെയൊക്കെ അണിനിരത്തി കൂടുതൽ ശക്തി പ്രകടനത്തിന് CPM മുതിർന്നപ്പോഴും സമ്മേളന നഗരിയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്നതിൽ CPM-ന് ഉണ്ടായിട്ടുള്ളത് വലിയ വീഴ്ചയാണ്. അതിലൊരു പാർട്ടി തല അന്വേഷണത്തിന് CPM മുതിരുകയുമാണ്. ശരി, പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പൊതുസമ്മേളനമായിരുന്നുവെങ്കിൽ നമുക്കത് ആ കാര്യം കുഴപ്പമില്ലാതെ പറയാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പ്രവർത്തകർ പങ്കെടുക്കേണ്ട സമ്മേളനത്തിലാണ്
CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിലാണ് ഇത്തരത്തിൽ CPM-ലെ പ്രവർത്തകർ തന്നെ എത്താതിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പാർട്ടിയിൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, വിശ്വാസ്യതക്കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമാക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി ഒരുപക്ഷെ കൊല്ലത്തെ ജില്ലാ നേതൃത്വം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകും. കാരണം ആളെ കൂട്ടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന, അവരുടെ തന്നെ പ്രവർത്തകരെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്. എല്ലാ ജില്ലാ നേതൃത്വങ്ങളും അതിനകത്ത് ഒരുപക്ഷെ മറുപടി പറയേണ്ടി വന്നേക്കും. അതൊക്കെ എങ്ങനെയാണ് ഇനി CPM മുന്നോട്ട് കാണുന്നതെന്ന് അറിയില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. MV ജയരാജൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതോടെ കണ്ണൂരിൽ ഇനി ജില്ലാ സെക്രട്ടറി ആരാണ് എന്നതിലുള്ള ചർച്ചകളാണ് അവിടെ സജീവമായി നടക്കുന്നത്. സെക്രട്ടറി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കുന്നത് TV രാജേഷിനും KK രാഗേഷിനുമാണ്. CPM സംസ്ഥാന സമിതി അംഗമായ മുതിർന്ന നേതാവ് M പ്രകാശനും പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാണ് സൂചന. അടുത്ത CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആരെന്ന കാര്യത്തിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. KK രാഗേഷ്, TV രാജേഷ്, M പ്രകാശൻ തുടങ്ങിയ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് KK രാഗേഷ്. രാഗേഷിന്റെ സേവനം തുടർന്നും ആവശ്യമാണെന്ന് കണ്ടാൽ അടുത്തയാളെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കും. ഇത് രാജേഷിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. MV ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ TV രാജേഷിനായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല. ഈ പരിചയവും രാജേഷിന് ഗുണം ചെയ്യും. മുതിർന്ന നേതാവായ M പ്രകാശന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. നേരത്തെ സംസ്ഥാന സമിതിയിലെത്താൻ അർഹതയുണ്ടായിരുന്ന M പ്രകാശനെ ഇത്തവണ ഉൾപ്പെടുത്തിയത് ജില്ലാ സെക്രട്ടറിയാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും സൂചനയുണ്ട്. എന്നാൽ യുവത്വത്തിന് പ്രാധാന്യം നൽകാനാണ് പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ നറുക്ക് രാജേഷിന് തന്നെയാകും. ജനം, കണ്ണൂർ. പാർട്ടി സംസ്ഥാന സമ്മേളനത്തോടെ പത്തനംതിട്ട CPM-ൽ വീണ്ടും വിഭാഗീയത. വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനം മുതൽ അസ്വസ്ഥരായ ഒരു വിഭാഗം ആളുകൾ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് ജില്ലാ നേതൃത്വം. അതൃപ്തി പരസ്യമാക്കിയ പത്മകുമാറിനെതിരെ സംസ്ഥാന നേതൃത്വം നിലപാട് കടുപ്പിക്കാനാണ് സാധ്യത. ആറന്മുള മണ്ഡലത്തിലേക്ക് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി, പിന്നീട് പാർട്ടി ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ, വീണ ജോർജിന് പാർട്ടി നൽകുന്ന കൂടുതൽ പരിഗണനകൾ ഒരു വിഭാഗം നേതാക്കളെ അസ്വസ്ഥരാക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇതാണ് ഈ സംസ്ഥാന സമ്മേളനത്തോടെ മറനീക്കി പുറത്തു വന്നത്. നഗരസഭയുടെ തലപ്പത്തുള്ള മുതിർന്ന നേതാക്കൾക്കടക്കം വീണ ജോർജിനോട് പരിഭവമുണ്ട്. ചെറുതും വലുതുമായ ഗ്രൂപ്പ് വഴക്കുകൾക്ക് ഇത് കാരണമാവുകയും ചെയ്തു. സംസ്ഥാന കമ്മിറ്റിയിൽ വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതവാക്കിയതിൽ കലഹിച്ച മുതിർന്ന നേതാവ് A പത്മകുമാർ പിന്നീട് നിലപാട് വ്യക്തമാക്കുമ്പോഴെല്ലാം ലക്ഷ്യം വെച്ചത് വീണ ജോർജിനെ തന്നെ. വീണ ജോർജിനെ പോലെ സംഘടനാ പ്രവർത്തന പാരമ്പര്യമില്ലാത്തവർക്ക് അമിത പ്രാധാന്യം പാർട്ടി നൽകുന്നതിൽ താൻ മാത്രമല്ല അസംതൃപ്തനെന്നും A പത്മകുമാർ പറഞ്ഞുവെച്ചു. നിരവധി ആളുകൾ പാർട്ടിയുടെ നീതികേടിനെതിരെ അസംതൃപ്തരാണെന്നും പത്മകുമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അവർക്ക് പരിപൂർണ പിന്തുണ കൊടുത്തു പോവുകയാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി പോലൊരു ഘടകത്തിലേക്ക് എടുക്കുമ്പോൾ അത് മാത്രമാകരുത് മാനദണ്ഡമെന്നേ പറഞ്ഞുള്ളൂ. കാരണം വർഷങ്ങളായി പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ബാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മറുപടി പറയുമ്പോൾ ഒരു പത്മകുമാറിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പത്മകുമാർ മാത്രമല്ല, ആ മാനസികാവസ്ഥയുള്ള ഒട്ടേറെ പേരുണ്ടാവും. അതേസമയം തനിക്കെതിരെ നടപടിയെടുക്കാൻ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ത് നടപടിയും നേരിടാൻ തയ്യാറാണെന്ന് പത്മകുമാറും വ്യക്തമാക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാവ്, മുൻ MLA എന്നീ നിലകളിൽ പത്മകുമാറിനെ പിന്തുണയ്ക്കുന്ന നിരവധി ആളുകളും പാർട്ടിയിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജില്ലയിലെ പ്രധാന നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നതും ജില്ലാ നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ജനം, പത്തനംതിട്ട. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനുമായി കിളിമാനൂർ പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. വാപ്പയുടെ സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ ചുള്ളാളത്തെ വീട്ടിലെത്തിച്ചാകും തെളിവെടുപ്പ്. അതേസമയം പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇത് പല പല കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിലായി ഉണ്ട്. അതിൽ ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ജനക്കൂട്ടമുണ്ട് അവിടെ. പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത, ഒരുപക്ഷെ ഇതിപ്പോൾ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ഉള്ള അന്നത്തെ തെളിവെടുപ്പ് ആകാൻ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അന്ന് ഉണ്ടായ അതേ സാഹചര്യം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് കിളിമാനൂർ പോലീസ്. അപ്പോൾ ഈ ചുള്ളാളത്തെ വീട്ടിൽ എത്തിക്കുമ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? തെളിവെടുപ്പിനായി പോലീസ് അഫാനുമായി പുറപ്പെട്ടോ? പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അഫാനുമായി പോലീസ് ഈ ചുള്ളാളത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടോ? അവിടുത്തെ തെളിവെടുപ്പിലും പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ടോ? വീണ, അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് ആരംഭിക്കും. ഇപ്പോൾ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി അഫാൻ ഉള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾ, അതായത് പുറത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് ആരംഭിക്കും. അതിനായിട്ടുള്ള
ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതായത് ചുള്ളാളത്തെ SN പുരത്തെ വീട്ടിൽ അഫാന്റെ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിലാണ് തെളിവെടുപ്പ് ഉണ്ടാകുന്നത്. ഈ കൊലപാതകത്തിലെ അതായത് ഈ കൊലപാതക പരമ്പരകളിലെ ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകം ആയിരുന്നു അബ്ദുൾ ലത്തീഫിന്റേത്. അതോടൊപ്പം തന്നെ ഭാര്യയുടെയും മാത്രമല്ല ഒരുപാട് അതായത് ധാരാളം മുറിവുകൾ ശരീരത്തുണ്ടായിരുന്നത് ഈ ഒരു കേസിൽ അബ്ദുൾ ലത്തീഫിനായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിൽ നടക്കുന്നത് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഈ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ രണ്ടാമത് നടക്കുന്ന കൊലപാതകമായിരുന്നു ഈ അബ്ദുൾ ലത്തീഫിൻ്റെത്. ആദ്യം സൽമാ ബീബിയുടെ താഴെപ്പാങ്ങോടുള്ള സൽമാ ബീബിയുടെ വീട്ടിൽ നിന്നും പ്രതി സൽമാ ബീബിയെ കൊലപ്പെടുത്തി തിരിച്ചു വരുന്ന വഴിക്കാണ് അബ്ദുൾ ലത്തീഫിന്റെ ഫോൺ വരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ആ ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് നേരെ അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ പോയി അബ്ദുൾ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയതിനു ശേഷം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. ഇങ്ങനെ ആണ് ഈ കൊലപാതകത്തിന്റെ ഒരു രണ്ടാം കൊലപാതകം നടന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഒരു ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ തെളിവെടുപ്പിനായി പുറപ്പെടുന്നത്. അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് ആരംഭിക്കും. ആ വീട്ടിലെത്തിച്ചുകൊണ്ടായിരിക്കും തെളിവെടുപ്പ് ആരംഭിക്കുന്നത്. അവിടേക്ക് പോലീസിന്റെ ഒരു കനത്ത സുരക്ഷയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ സ്ഥലത്ത് പ്രതിഷേധങ്ങൾ അടക്കം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകളോടുകൂടി കണക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ ഈ തെളിവെടുപ്പ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇവിടേക്ക് കനത്ത സുരക്ഷയും പോലീസിന്റെ ബന്ദോബസ്തും ഏർപ്പാടാക്കിയിട്ടും ഉണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ തെളിവെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഈ കേസിലെ രണ്ടാമത്തെ കൊലപാതകമാണ് ഈ അബ്ദുൾ ലത്തീഫിന്റെ കൊലപാതകം എന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടന്നത്. കഴിഞ്ഞ ദിവസം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പാങ്ങോട് SHOയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് ഉണ്ടായിരുന്നു. അത് സൽമാ ബീബിയുടെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടന്നിരുന്നു. അതിനിടയിൽ ഈ അഫാൻ കാൽവഴുതി വീഴുകയും ആത്മഹത്യാ ശ്രമം നടത്തിയടക്കമുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് പിന്നീട് അന്വേഷണം അതായത് തെളിവെടുപ്പ് വൈകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലെ അത്തരം പ്രതിസന്ധികളൊന്നുമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അഫാനെ പുറത്തിറക്കി അല്പസമയത്തിനുള്ളിൽ വാഹനത്തിലേക്ക് കയറ്റും. അതിനുശേഷം ആയിരിക്കും അന്വേഷണ സംഘം പുറപ്പെടുക. അതിനോടൊപ്പം തന്നെ സമീപത്തെ PHCയിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോകാനും സാധ്യതയുണ്ടെന്നും അറിയാൻ കഴിയുന്നു. ആരോഗ്യസ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും പിന്നീട് ഈ വീട്ടിലേക്ക് തിരിക്കുക, തെളിവെടുപ്പിനായി തിരിക്കുക, SN പുരത്തെ വീട്ടിലേക്ക് തിരിക്കുക. നമുക്ക് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു ഒരുക്കങ്ങൾ, ഈ ദൃശ്യങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരുക്കങ്ങൾ ആരംഭിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സജ്ജമായി നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്യും. ഈ കൊലപാതകം നടന്നതിൽ അതായത് 3 പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായിട്ടാണ് ഇപ്പോൾ കൊലപാതകത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ 2 DYSPമാരുടെ നേതൃത്വത്തിൽ 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ഈ മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതകം, 3 സ്റ്റേഷൻ പരിധികളിൽ 5 കൊലപാതക പരമ്പരകൾ, ഒരു ദിവസം നടന്ന 5 കൊലപാതക പരമ്പരകൾ ആണ് ഈ അഫാൻ ചെയ്തത്. അതും ഉറ്റ ബന്ധുക്കളെയും സഹോദരങ്ങളെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കേസിലാണ് ഇപ്പോൾ രണ്ടാം ഘട്ട തെളിവെടുപ്പ് നിലയിലേക്ക്, അതായത് ആദ്യം നടത്തിയ കൊലപാതകത്തിൽ പാങ്ങോട് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ കൊലപാതകത്തിൽ ഉമ്മയുടെ ഉമ്മ സൽമാ ബീബിയുടെ കൊലപാതകം നടത്തിയിരുന്നു. അതിൻ്റെ തെളിവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അഫാനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി ഈ രണ്ടാമത്തെ കൊലപാതകം, 2 കൊലപാതകങ്ങൾ, അബ്ദുൾ ലത്തീഫിൻ്റെയും ഭാര്യയുടെയും കൊലപാതകം, സാജിദയുടെയും കൊലപാതകം, അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നു. അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുവരും. പോലീസിൻ്റെ ഒരു നിരീക്ഷണവുമുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ അഫാൻ വ്യക്തമാക്കിയിരുന്നു താൻ ആത്മഹത്യ ചെയ്യും എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ളൊരു ശ്രദ്ധയും പോലീസ് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ ഈ പുറത്തേക്ക്, അതായത് ഈ സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഉടൻ തന്നെ പുറത്തേക്ക് എടുക്കുമെന്നാണ് നമുക്ക് ഇവിടുന്ന് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നായിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകുക. കേസിലെ ഒരു അതായത് ഈ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ അബ്ദുൾ ലത്തീഫിൻ്റെ കൊലപാതക സമയത്ത് മുളക് പൊടി അടക്കം കയ്യിൽ കരുതിയിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി ചോദ്യം ചെയ്യുന്നതിനിടയിൽ അഫാൻ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് തുടർന്നുള്ളൊരു
തെളിവെടുപ്പ് ഉണ്ടാകുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് നടപടികൾക്കായിട്ടുള്ള അഫാനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. വീണ. ഓക്കെ, പ്രശാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. അല്പസമയത്തിനകം അഫാനെ തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുവരും. ചുള്ളാളത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. വാപ്പയുടെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലുള്ള തെളിവെടുപ്പാണ് ഇന്ന് നടക്കുക. സർക്കാർ പരിപാടികൾക്കായി വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കൈയിട്ടുവാരാൻ നീക്കം. വൃത്തി കോൺക്ലേവിന് തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. 8 കോടിയിലധികം രൂപയാണ് 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുക. മാലിന്യ സംസ്കരണത്തിലെ സർക്കാർ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനാണ് ഏപ്രിൽ 9 മുതൽ 13 വരെ കോൺക്ലേവ് നടത്തുന്നത്. ജനം ബ്രേക്കിംഗ് വിവരങ്ങൾ നൽകാനായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, സർക്കാർ പരിപാടികൾക്കായിട്ടാണ് വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്ന് കൈയിട്ട് വരാനായിട്ടൊരു നീക്കം മുന്നോട്ട് വരുന്നത്. വൃത്തി കോൺക്ലേവിന് വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കണം. കാരണം സർക്കാരിന് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ട രീതിയിൽ നടപടികൾ എടുക്കാൻ, അല്ലെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് പൈസ ചെലവാക്കുമ്പോഴും വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വീണ്ടും സർക്കാർ കൈയിട്ട് വരുന്നു. എന്തിനാണ് അങ്ങനൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത്? ശരിക്കും ഫണ്ടില്ലാത്തൊരവസ്ഥയിലേക്ക് കേരള സർക്കാർ മാറിയിട്ടുണ്ടോ, അതോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതാണ്? ചില ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു പിടിവാശിയിൽ നിൽക്കുന്നതാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പ്രജിത്ത്. അഞ്ജന, ആദ്യം തന്നെ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ കേരളത്തിലെ ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തള്ളിയതിന് കേരള സർക്കാരിനെയും ഇവിടുത്തെ മറ്റു വകുപ്പുകളെയും ഒക്കെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം എടുത്തിട്ട് കുടഞ്ഞത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രയധികം വലിയ നാണക്കേട് സംസ്ഥാനത്തിനുണ്ടാക്കിയിട്ടുള്ള ഒരു വീഴ്ച മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നാളുകൾക്കിപ്പുറത്ത് ഒരു വൃത്തി എന്ന പേരിൽ ഒരു കോൺക്ലേവ് തന്നെ സംഘടിപ്പിക്കാൻ സർക്കാർ മുതിരുന്നു എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ വിരോധാഭാസം എന്ന് പറയുന്നത്. ഈ കോൺക്ലേവിനായിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിലും പ്ലാൻ ഫണ്ടിലുമൊക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിലുമൊക്കെ ഇങ്ങനെ കൈയിട്ട് വരാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ ഒരു പകർപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ പലതും വളരെ രസകരമാണെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരമൊരു കോൺക്ലേവ് ഏപ്രിൽ 9 മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ച് സർക്കാർ സംഘടിപ്പിക്കുന്നു. അത് തന്നെ വലിയ വിരോധാഭാസമാണ്. അപ്പോഴാണ് സർക്കാരിൻ്റെ നേട്ടങ്ങളും, അതായത് ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കേരളം കൈവരിച്ച നേട്ടങ്ങളൊക്കെ അത് ജനങ്ങളുടെ മുന്നിലേക്ക് ഉയർത്തിക്കാട്ടാൻ എന്ന രീതിയിലാണ് സർക്കാർ ഈ കോൺക്ലേവ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പതിവ് സർക്കാരിൻ്റെ ഒരു PR എക്സസൈസ് മാത്രമാണ് ഈ കോൺക്ലേവ് എന്നുള്ളത് പ്രാഥമികമായി തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ ഇത്തരമൊരു PR പ്രചാരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കൈയിട്ട് വരാൻ ഒരു നീക്കം നടത്തുന്നത്. നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ഈ പറയുന്ന നവകേരള സദസ്സിൻ്റെ സംഘാടകർക്ക് എപ്പോൾ ആവശ്യപ്പെട്ടാലും അത് ഫണ്ട് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്നുള്ളൊരു നിർദ്ദേശം വലിയ വിവാദമായിരുന്നു. പിന്നാലെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ യഥേഷ്ടം ഫണ്ട് കൈമാറാനുള്ള ഉത്തരവൊക്കെ ഇറക്കിയ സർക്കാർ കൂടിയാണ്. അപ്പോൾ അതെല്ലാം വലിയ വിവാദമായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള പ്രവൃത്തികൾ പോലും നിർവഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സമയത്ത്, കൃത്യമായി ബജറ്റ് വിഹിതം പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാത്തൊരു സാഹചര്യത്തിൽ, പാലിയേറ്റീവ് കെയർ പോലെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒന്നിനും പണമില്ലാതെ അവർ ബുദ്ധിമുട്ടിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള നിരവധി പണം ഈടാക്കുന്ന സമീപനം സർക്കാർ സ്വീകരിച്ചത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏപ്രിൽ 9 മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ച് നടക്കുന്ന ഈ കോൺക്ലേവിന് വൃത്തി കോൺക്ലേവ്, അതായത് വൃത്തി ദ ക്ലീൻ കേരള കോൺക്ലേവ് എന്നാണ് വിളിക്കുന്നത്. ഈ കോൺക്ലേവിന് വേണ്ടിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ, സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളും ഇതിന് പണം നൽകണം എന്നുള്ളതാണ് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ പറയുന്നത്. അതിൽ ഓരോ തദ്ദേശ സ്ഥാപന വിഭാഗത്തിനും പ്രത്യേകം കോട്ട നിശ്ചയിച്ച്, പ്രത്യേകം എമൗണ്ട് നിശ്ചയിച്ച്, റേറ്റ് നിശ്ചയിച്ചാണ് സർക്കാർ ഈ ഉത്തരവിൽ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകൾ, ഓരോ ഗ്രാമപഞ്ചായത്തുകളും 25,000 രൂപ വെച്ച് സർക്കാരിന് നൽകണം. സർക്കാരിനെന്ന് പറയുമ്പോൾ അത് ശുചിത്വ മിഷന്റെ പേരിലാണ് പണം നൽകേണ്ടത്. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തുകൾ 2 ലക്ഷം, ജില്ലാ പഞ്ചായത്തുകൾ 5 ലക്ഷം, മുനിസിപ്പാലിറ്റികൾ 2 ലക്ഷം, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 5 ലക്ഷം എന്നുള്ളതാണ് സർക്കാർ നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ഈ റേറ്റ് എന്ന് പറയുന്നത്. ഈ റേറ്റ് തന്നെ ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ 15ാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റിൽ നിന്ന്, അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് എന്നിവയിൽ നിന്ന് കണ്ടെത്തണം എന്നുള്ളത്
സർക്കാർ പറയുന്നത്. ഉത്തരവിന്റെ മറ്റൊരു കൗതുകകരമായ അല്ലെങ്കിൽ സർക്കാരിന്റെ ന്യായീകരണത്തിലുള്ള ചില കാര്യങ്ങൾ എപ്പോഴും ഇത്തരം ഉത്തരവുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. സർക്കാർ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സ്പോൺസർമാരിൽ നിന്നൊക്കെ കണ്ടെത്തണം 8 കോടി രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും 8,13,00,000 രൂപ ഈ കണക്ക് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാരിന് ശുചിത്വ മിഷന് ഈ ക്ലീൻ കേരള കോൺക്ലേവ് നടത്താൻ, വൃത്തി കോൺക്ലേവ് നടത്താൻ നൽകേണ്ടതുണ്ട്. ഇതിൽ പുറമെ വീണ്ടും ഈ ഉത്തരവിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട്. ഒന്ന്, ഈ കോൺക്ലേവ് നടക്കുന്ന ദിവസങ്ങളിൽ 9 മുതൽ 13 വരെയുള്ള കോൺക്ലേവ് നടക്കുന്ന ദിവസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും ഈ കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള സൗകര്യമൊരുക്കണം. ഇതിൽ ഈ ജീവനക്കാർക്ക് കോൺക്ലേവിന് ജോലി മുടക്കി കോൺക്ലേവിന് പോകുന്ന സമയത്ത് അതിന് പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നൊക്കെയാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. ഒന്ന്, ആ ഒരു ഉത്തരവ് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവരുടെ യാത്രാ ചെലവടക്കമുള്ള കാര്യങ്ങൾ, മറ്റനുബന്ധ ചെലവുകൾ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ വഹിക്കണം. വീണ്ടും ആ ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യം പറയുന്നു. അതിനൊപ്പം തന്നെ ഈ കോൺക്ലേവിന് മുന്നോടിയായി പ്രാദേശിക തലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ പ്രദേശങ്ങളിലുമൊക്കെ വിവിധ പരിപാടികൾ നടത്തണമെന്ന് സർക്കാർ പറയുന്നുണ്ട്. ഈ ക്ലീൻ കേരള കോൺക്ലേവിന് ഒരു പ്രചാരണ ആയുധം എന്ന നിലയിൽ നിരവധി പരിപാടികൾ നടത്തണം. ആ പരിപാടികൾ എന്ന് പറയുന്നത് എക്സിബിഷൻ സ്റ്റാളുകൾ, മത്സരങ്ങൾ, ഡെമോൺസ്ട്രേഷനുകൾ തുടങ്ങിയവ നടത്തണമെന്നും ആ നടത്തുന്ന പദ്ധതികൾക്ക് അല്ലെങ്കിൽ നടത്തുന്ന പരിപാടികൾക്കുള്ള ചെലവും തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണം എന്നുള്ളതാണ്. അത് 8,13,00,000 രൂപ സംസ്ഥാനത്തെ 1,200 തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാരിന് ഈ കോൺക്ലേവ് നടത്താൻ സർക്കാരിന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ കൊടുക്കണമെന്നും ഇരിക്കുന്നു. അതിനൊപ്പം തന്നെയാണ് അതിന് പോകുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം, അവരുടെ യാത്രാ ചെലവുകൾ വഹിക്കണം. അതിന് മുന്നോടിയായി നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പണം കണ്ടെത്തി നടത്തണമെന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഈ വിചിത്രമായ ഉത്തരവിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നേരത്തെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് പണം നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചതും ഈ പറയുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് നടക്കാത്തത് കൊണ്ട് വിവിധ തരത്തിലുള്ള അസുഖങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ പടർന്നു പിടിക്കുന്നതിനും കാരണക്കാരായ സർക്കാരിന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ സ്വന്തം ഫണ്ടിൽ നിന്ന് പണം എടുത്ത് നൽകേണ്ട അവസ്ഥയിലുമാണ് സംസ്ഥാനത്തെ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്. അതായത് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സിന് പണം നൽകണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളോട് സർക്കാർ ആവശ്യപ്പെട്ടപ്പോഴും സമാനമായ രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോഴാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നായ കേരളം പൊതുവെ പരാജയപ്പെട്ടു എന്ന് പലപ്പോഴും വലിയ വിമർശനങ്ങളും ഒക്കെ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഇടത് സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് രോഗങ്ങൾ പടർന്നു പിടിക്കാനൊക്കെ കാര്യമായ മാലിന്യ നീക്കത്തിലെ അടക്കം പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി ദേശീയ ഹരിത ട്രൈബ്യൂണൽ അടക്കം വിമർശിച്ചൊരു വിഷയത്തിൽ, സംസ്ഥാനത്തിന് പൊതുവെ വലിയ വിമർശനങ്ങൾ ഏൽക്കുന്ന ഒരു വിഷയത്തിൽ അതിൻ്റെ നേട്ടങ്ങൾ എടുത്തു കാണിക്കണം, അതായത് മാലിന്യ നീക്കത്തിലെ നേട്ടങ്ങൾ എടുത്തു കാട്ടാൻ സർക്കാർ നടത്തുന്ന ഒരു PR എക്സസൈസും ആ എക്സസൈസിന് ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വേണമെന്നുള്ള വിചിത്ര ഉത്തരവാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ കൈയിട്ട് വാരി എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ച് വരുത്തി വെക്കുക. എന്തായാലും നാടും നഗരവും വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. നമുക്ക് വെഞ്ഞാറമൂട് ആ ഭാഗത്തേക്കൊന്ന് പോകാൻ തോന്നുന്നു. കാരണം അഫാനെ തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുണ്ട്. അത് ഈ ചുള്ളാളത്തെ വീട്ടിലാണ്. അതായത് വാപ്പയുടെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇത്. ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഫാനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. നോക്കൂ, 6 കൊലപാതകങ്ങൾ അഫാന്റെ കണക്കിൽ. പക്ഷേ 5 കൊലപാതകങ്ങൾ നടത്തുകയും 6ാമതൊരാൾ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്നു, ആക്രമിക്കപ്പെട്ട്. പ്രശാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, വളരെ ശാന്തനായി നോക്കൂ, പോലീസ് ജീപ്പിനകത്തിരിക്കുന്ന അഫാനെയാണ് കാണുന്നത്. അതിന് അഫാൻ ഈ കൊലപാതകങ്ങൾക്കൊക്കെ പറഞ്ഞ കാരണങ്ങളുമൊക്കെ നമുക്ക് വളരെ വിചിത്രമായി തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തെളിവെടുപ്പ് എന്ന് പറയുന്ന പോലീസിൻ്റെ ഒരു നടപടിക്രമത്തിലേക്ക് കടക്കുമ്പോൾ ജനത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇന്നിപ്പോൾ പോകുന്നയിടത്തും ഇതുപോലെ പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്ന പോലീസിനെ കൂടാതെ അവിടെയും കൂടുതൽ പോലീസ് സുരക്ഷയിലായിരിക്കുമോ ഈ തെളിവെടുപ്പ് ഒക്കെ നടക്കുക? വിവരങ്ങൾ പ്രശാന്ത്. വീണ, തീർച്ചയായും പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഈ പോലീസ് സ്റ്റേഷൻ, അതായത് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലുമുണ്ട്, അതോടൊപ്പം തന്നെ തെളിവെടുക്കുന്ന സ്ഥലങ്ങളിലുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തെല്ലാം കനത്തൊരു പ്രതിഷേധം ഈ പ്രദേശത്ത് നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങൾ കൂട്ടമായി എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസിന്റെ സന്നാഹം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനം പുറത്തേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന വാഹനം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് കിളിമാനൂർ പോലീസ്
അഫാനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് പോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കിയത്. അതിനുശേഷമായിരിക്കും തുടർന്ന് അഫാനെ വീട്ടിലേക്ക്, അതായത് ഈ കൊലപാതകം നടന്ന അഫാന്റെ പിതാവിന്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫിന്റെയും സാജിദയുടെയും വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ തെളിവെടുപ്പ് നടത്തും. ഈ കൊലപാതകം നടന്നതിൽ വെച്ചിട്ട്, അതായത് ഈ കൊലപാതക പരമ്പരകളിലെ ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന് പറയുന്നത് അത് അബ്ദുൽ ലത്തീഫിന്റെ കൊലപാതകമായിരുന്നു. നിരവധി പരിക്കുകളായിരുന്നു ശരീരത്തുണ്ടായിരുന്നത്. അതായത് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതിനൊപ്പം നെഞ്ചും കഴുത്തിന് താഴ്ഭാഗത്തും, അതായത് അരയ്ക്ക് മേൽഭാഗത്തടക്കം നിരവധി പരിക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കൊലപാതക പരമ്പരകളിലെ തന്നെ ഏറ്റവും ഒരു നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടക്കം വിശേഷിപ്പിച്ചൊരു കൊലപാതകം കൂടിയായിരുന്നു. അതും രണ്ടാമത്തെ കൊലപാതകം. ആദ്യം സ്വന്തം വീട്ടിൽ നിന്നും സൽമാ ബീവിയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. അവിടെ മാല ആവശ്യപ്പെടുന്നു. തുടർന്ന് സൽമാ ബീവിയുമായി തർക്കത്തിലുണ്ടാകുകയും സൽമാ ബീവിയെ ക്രൂരമായി തലക്കടിച്ചുകൊണ്ട് ചുറ്റിക കൊണ്ട് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ആ കൊലപാതകം കഴിഞ്ഞ് ഇറങ്ങുന്ന അഫാനെ ഈ പിതൃ സഹോദരനായ അബ്ദുൽ ലത്തീഫ് ഫോണിൽ വിളിച്ചു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അങ്ങനെ ഫോണിൽ വിളിച്ച ശേഷമാണ് തുടർന്ന് അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ആ യാത്രാമധ്യേ തന്നെ മുളക് പൊടി അടക്കം കയ്യിൽ കരുതിയിരുന്നു. അതായത് ഈ ആക്രമിക്കുന്ന സമയത്ത് നിലവിളി കേട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്തേക്ക് എറിയുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവരെയും മുഖത്തേക്ക് എറിയുകയും അതോടൊപ്പം തന്നെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മുളക് പൊടി അടക്കം കരുതിയിരുന്നു എന്ന് ആണിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അങ്ങനെയായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. തുടർന്ന് വീട്ടിലെത്തുകയും അബ്ദുൽ ലത്തീഫുമായി സംസാരിക്കുന്നതിനിടയിൽ അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യ സാജിദ അടുക്കളയിലേക്ക് പോകുന്നു. അങ്ങനെ രണ്ടിടങ്ങളിലായിട്ടായിരുന്നു ഈ രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നത്. അബ്ദുൽ ലത്തീഫ് ഈ ഹാളിൽ തന്നെ, വീട്ടിൻ്റെ ഹാളിലെ മുറിയിൽ സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു, മരണപ്പെട്ടിരിക്കുന്ന നിലയിലായിരുന്നു എങ്കിൽ ഇവിടെ അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യ അടുക്കളയിൽ കിടക്കുന്ന നിലയിൽ വായിൽ തുണി തിരികിയ നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. രണ്ടും ക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ആ കൊലപാതകത്തിന്റെ തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കൊലപാതകം, ഈ വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരകളിലെ രണ്ടാമത്തെ കൊലപാതകം, ആ കൊലപാതക പരമ്പരകളിലെ രണ്ടാമത്തെ കൊലപാതകങ്ങളുടെ തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ആ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം അഫാനെ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതിനു ശേഷം അഫാൻ ആ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരുന്നു. ഉമ്മയെ തുണി കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം, അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് ഉമ്മ ബോധരഹിതയായി വീഴുന്നു. അതിനുശേഷം മരണപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ടാണ് തുടർന്ന് ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയതിനു ശേഷവും അഫാൻ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ മുളകോടി അടക്കം അവിടെയും കരുതി എന്നടക്കമുള്ള ചില ചോദ്യം ചെയ്യലിനിടയിൽ ചില വെളിപ്പെടുത്തലുകൾ ഈ അഫാൻ നടത്തിയിരുന്നു. അതിന്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ ചുള്ളാടത്തെ SN പുരത്തെ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അഫാനെ സ്വന്തം വീട്ടിലും കൊണ്ടുവരും. അവിടെയും തെളിവെടുപ്പ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർന്ന് വീണ്ടും കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക. തുടർന്നും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. കാരണം ഈ ഒരു കൊലപാതകം എന്ന് പറയുന്നത് അഫാൻ പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മുഖവിലക്കെടുക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം ആ രീതിയിലാണ്, വിരുദ്ധമായ രീതിയിലാണ് പല സമയത്തും അഫാന്റെ മൊഴികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടൊരു അതായത് ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും മുഖവിലേക്ക് എടുക്കുന്നില്ല. മാത്രമല്ല ഈ കടം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അതിൽ പിതാവ് അതിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ എന്താണ് കൊലപാതകത്തിൻ്റെ കൃത്യമായ ഒരു കാരണം എന്ന നിലയിലേക്ക് പോലീസിന് കണ്ടെത്തേണ്ടത് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ ഈ തെളിവെടുപ്പിനോടൊപ്പം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നാളെയാണ് ഈ ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. നാളെ ചോദ്യം ചെയ്യൽ അവസാനിച്ചതിന് ശേഷം പിന്നീട് തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് വീണ്ടും വെഞ്ഞാറമൂട് കൊലപാതകങ്ങളുടെ, അതായത് അനുജന്റെയും കാമുകിയുടെയും കൊലപാതകം, ആ കൊലപാതകങ്ങളുടെ തെളിവെടുപ്പ് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് വീണ്ടും കസ്റ്റഡിയിൽ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പിന്റെ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഗതികൾ നീങ്ങുന്നത്. നിലവിലിപ്പോൾ പോലീസ് അഫാനെ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. ചുള്ളാളത്തുള്ള, അതായത് നെടുമങ്ങാട് ചുള്ളാളത്തുള്ള
അബ്ദുൽ ലത്തീഫിൻ്റെ, അതായത് ഈ അഫാൻ്റെ പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ തെളിവെടുപ്പിനായിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ആ വാഹനങ്ങൾ മുന്നിൽ ഒരു പോലീസിൻ്റെ വലിയ വാഹനമുണ്ട്, തൊട്ടു പിന്നാലെ അഫാനുമായി പോകുന്ന ബൊലോറോ ജീപ്പ്, അതിന് പിന്നിൽ വീണ്ടും ഒരു പോലീസിൻ്റെ വാഹനമുണ്ട്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. മാത്രമല്ല സ്ഥലത്തടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. ആ വലിയ സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് പോലീസിൻ്റെ ഒരു സന്നാഹം ആ സ്ഥലത്തുമുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഈ കേസ് ഉണ്ടാക്കി തീർത്തത്. കാരണം പല സമയങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുകയായിരുന്നു. അഫാനുമായി കിളിമാനൂർ പോലീസ് ഇപ്പോൾ ഈ ചുള്ളാളത്തെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വാപ്പയുടെ സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസുള്ള തെളിവെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. ഇടുക്കി പരുന്തുംപാറയിൽ കുരിശ് സ്ഥാപിച്ച ആൾക്കെതിരെ കേസെടുത്ത പോലീസ്. തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെയാണ് കേസ്. കളക്ടറുടെ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണം നടത്തിയതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പീരുമേട് ലാൻഡ് റവന്യൂ തഹസിൽദാരുടെ പരാതിയിൽ വണ്ടിപ്പെരിയാർ പോലീസാണ് കേസെടുത്തത്. സുബിൻ തോമസ് വിവരങ്ങളുമായി ചേർന്നു. സുബിൻ, വിവരങ്ങൾ എന്താണ്? ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ കയ്യേറ്റ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച കുരിശ് റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പടന്മേട് പോലീസിൽ പീരുമേട് എല്ലാ തഹസിൽദാർ പരാതി നൽകുന്നത്. തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെയാണ് പരാതി. ഇയാൾ നിർമ്മിച്ച വൻകിട റിസോർട്ടിന് സമീപത്തായാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകാതിരിക്കാനായി ഈ കുരിശ് സ്ഥാപിക്കുന്നത്. ഇത് കയ്യേറ്റ ഭൂമിയിൽ നിന്ന് കണ്ടതിനെ തുടർന്നും അനധികൃതമെന്ന് കണ്ടതിനെ തുടർന്നുമാണ് ഇന്നലെ റവന്യൂ വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കുകയും ഈ കുരിശ് പൊളിക്കുകയും ചെയ്തത്. പിന്നാലെയാണ് ഈ പരാതി നൽകുന്നത്. നിലവിൽ ഇപ്പോൾ തൃക്കൊടിത്താനം സ്വദേശിയായിട്ടുള്ള സജിത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായി ഭൂമി കയ്യേറുകയും കുരിശ് സ്ഥാപിക്കുകയും ചെയ്തതിനാണ് നിലവിൽ കേസ്. അതേസമയം ഈ സംഭവത്തിൽ കൃത്യമായ പോലീസിന് നിരീക്ഷണം വേണമെന്ന് ഡിവൈഎസ്പിയോട് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ കൃത്യമായ ഒരു ഇടപെടൽ അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് വ്യക്തം. റവന്യൂ വകുപ്പിന്റെയും പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകാത്തതാണ് ഇത്തരത്തിൽ ഈ ഒരു അനധികൃത നിർമ്മാണം അവിടെ നടക്കാൻ കാരണമായത്. എന്തായാലും ഇന്നും ഈ മേഖല കേന്ദ്രീകരിച്ച് പരിശോധനകൾ തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ സർവേ ഇന്ന് ഈ മേഖലയിൽ ഉണ്ടാകും. ഇന്നലെ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ പരുന്തുംപാറയിലെത്തുകയും ഈ കയ്യേറ്റ ഭൂമിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തു. ഇതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഏകദേശം 1098 ഹെക്ടറോളം ഭൂമി മുൻ സർവേ പ്രകാരം അത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ്. അവിടെ 9 പേർക്ക് മാത്രമാണ് പട്ടയം നൽകിയിട്ടുള്ളത്. ഈ പട്ടയങ്ങളുടെ സാധ്യത അടക്കം പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പുറമ്പോക്ക് ഭൂമി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ചില വില്ലേജുകൾ, അതായത് പെരുമേട് വില്ലേജിലെയും അതുപോലെ തന്നെ മഞ്ചുമല വില്ലേജിലെയും സർവേ നമ്പറുകൾ തമ്മിൽ മാറിക്കിടക്കുന്നുണ്ട്. ഈ കയ്യേറ്റക്കാരായ പലരുടെയും കയ്യിൽ ചില പട്ടയങ്ങളുണ്ട്. ഈ പട്ടയങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ മാറിക്കിടക്കുന്ന സർവേ നമ്പറുകൾ പ്രകാരമുള്ളതാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടതായുള്ളത്. ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷം കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് ഈ റീസർവേ നടപടികൾ പൂർത്തിയാക്കേണ്ടതായുണ്ട്. ഈ ജില്ലാ കളക്ടർ നിയോഗിച്ച 15-അംഗ സംഘമാണ് ഈ ഒരു പരിശോധനകളെല്ലാം തന്നെ നടത്തുന്നത്. അതിൽ ഈ സർവേ വിഭാഗം രണ്ടായി തിരിഞ്ഞുകൊണ്ടാണ് ഈ പീരുമേട് വില്ലേജിലും അതുപോലെ തന്നെ മഞ്ചുമല വില്ലേജിലും ഈ പരിശോധനകൾ നടത്തുന്നത്. കൂടാതെ ഈ മേഖലയിലെ മറ്റ് കയ്യേറ്റങ്ങൾ, പ്രധാനമായും ഈ മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തി വൻകിട റിസോർട്ടുകൾ പണിത് പൊക്കിയിട്ടുണ്ട്. എല്ലാ റിസോർട്ടുകളും വീട് എന്നുള്ള ഒരു ലേവലിലാണ് പൊക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ സജിത്ത് നിർമ്മിച്ചതുപോലെ നിരോധനാജ്ഞ ലംഘിച്ച് നിർമ്മാണം നടത്തിയതിനാണ് ഇപ്പോൾ സുജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 9164 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. എടപ്പള്ളി ട്രിവാൻഡ്രം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു നാൾ കൂടി. കോവലിനെ വധിക്കുന്ന ഭാഗമാണ് തോറ്റംപാട്ടുകാർ ഇന്ന് പാടുക. ദുഃഖസൂചകമായി ക്ഷേത്രനട ഇന്ന് വൈകി മാത്രമേ തുറക്കൂ. ആറ്റുകാലിലേക്ക് ഭക്തജന പ്രവാഹമാണ്. വിവരങ്ങൾ നൽകാനായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, നമ്മളും എല്ലാ ദിവസവും പുത്തൻപുലി തുടങ്ങുമ്പോഴും ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ നിന്ന് തന്നെയായിരിക്കും വാർത്ത തുടങ്ങുക. ഇന്ന് ഈ മണിക്കൂറിലും നമ്മൾ ആ സന്നിധിയിൽ നിന്ന് തന്നെ ചേരുകയാണ്. എന്തൊക്കെയാണ് ടിൻഡു വിശദാംശങ്ങൾ? അനാവശ്യ തിക്കും തിരക്കും
ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ഈ മണിക്കൂറിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് വളരെ വൈകിയാണ് നട തുറന്നത്. കാരണം ഇന്ന് ദേവിയുടെ ഭർത്താവ് കോവലനെ വധിക്കുന്ന ഭാഗമാണ് തോറ്റംപാട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിവ് പൂജകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് 7:30 മണിയോട് കൂടിയാണ് ക്ഷേത്രം ശുദ്ധീകരിച്ച് ക്ഷേത്ര ആചാരപ്രകാരമുള്ള പൂജാവിധികളൊക്കെ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് നാരങ്ങ വിളക്കിന് നാരങ്ങ വിളക്കിന് പുറത്തു വരെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ 2 ദിവസത്തിന് ഇനിയുള്ള പൊങ്കാല മഹോത്സവത്തിന് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്നുമുള്ളവർ, അതായത് അന്യ സംസ്ഥാനത്ത് അതുപോലെ തന്നെ അന്യ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ എത്തിയാൽ മാത്രമേ തിരക്കുകൾക്ക് നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അവർക്ക് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തിരക്ക് ഇന്നും ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഏതാണ്ട് 2 ദിവസം മാത്രമാണുള്ളത് ആറ്റുകാൽ ലോകപ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ പൂർത്തിയാക്കുന്നത്. കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതോടൊപ്പം തന്നെ കേരള ഫയർഫോഴ്സ്, എക്സൈസ്, ആരോഗ്യ വിഭാഗം തുടങ്ങിയ വിവിധ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു സഹകരണം ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് അതോടൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ രീതിയിൽ ഇത്തവണത്തെ ആറ്റുകാൽ മഹോത്സവവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. 7 മണിയോട് കൂടി തന്നെ തോറ്റംപാട്ട് ആരംഭിച്ചു. തോറ്റംപാട്ടിന് ശേഷമാണ് ഇത്തരത്തിൽ 7:30 കൂടി ക്ഷേത്ര നട തുറന്നത്. പിന്നീട് പതിവ് പൂജ, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് ആളുകളെ കയറ്റിവിടുന്ന തിരക്കാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഭക്തരെ കടത്തിവിടുന്നത്. കാരണം തിരക്ക് പരമാവധി കുറയ്ക്കണം. അതോടൊപ്പം തന്നെ ഈ പരമാവധി ആളുകൾക്കും ദർശനം സാധ്യമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തിരക്ക് വളരെ വലിയ രീതിയിൽ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ തിരക്ക് നിയന്ത്രിച്ചു കൊണ്ടാണ് ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലേക്ക് ഭക്തരെ കടത്തിവിടുന്നത്. ഈ ക്ഷേത്രത്തിനും ക്ഷേത്ര ചുറ്റുപാടിനുമൊക്കെ വീടുകളിലൊക്കെ ഇതിനോടകം തന്നെ പൊങ്കാല അടുപ്പുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പൊങ്കാല അടുപ്പുകളൊക്കെ നേരത്തെ തന്നെ കൂട്ടിയിട്ടുണ്ട്. കാരണം ഇനി 2 ദിവസം മാത്രമാണുള്ളത് പൊങ്കാല ഒരുക്കങ്ങൾക്കായിട്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് 1-2 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളിലൊക്കെ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാണ്ട് 2 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ലക്ഷക്കണക്കിന് ദേവി ഭക്തരാണ് അല്ലെങ്കിൽ സ്ത്രീ ഭക്തരാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത്. ഇന്ന് വൈകുന്നേരവും ഇത്തരത്തിൽ പതിവ് പൂജകളൊക്കെ കുറവായിരിക്കും. കാരണം ഇന്നൊരു ദുഃഖ ദിവസമാണ് ദേവിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരത്തിൽ പതിവ് പൂജകളൊക്കെ കുറവായിരിക്കും. എന്തായാലും ഇന്ന് ക്ഷേത്രനട വൈകിയാണ് തുറന്നതെങ്കിലും വലിയ രീതിയിലുള്ള തിരക്കാണ് ക്ഷേത്രനടയിൽ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഇനി രാജ്യാന്തരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിനായി മൗറീഷ്യസിലെത്തി. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. ദേശീയ പതാകയുമേന്തിയാണ് പ്രവാസികൾ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഭാരതം സാമ്പത്തിക സഹായം നൽകുന്ന 20 പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. രാജ്യത്തിൻ്റെ 57ാമത് ദേശീയ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയാകും. ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശന ലക്ഷ്യം. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, അപ്പോൾ ഈ ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനൊപ്പം തന്നെ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ മൗറീഷ്യസ് സന്ദർശനം? വീണ, മൗറീഷ്യസിൻ്റെ ദേശീയ ദിനാചരണം നാളെയാണ്. മാർച്ച് 12-നാണ് ദേശീയ ദിനാചരണം നടക്കുന്നത്. ഈ ദേശീയ ദിനാചരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നത് ഒരു ഔദ്യോഗിക ചടങ്ങിൻ്റെ ഭാഗമാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങാണെങ്കിൽ കൂടിയും അത് വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ്. അതിൽ നാളെയാണ് അദ്ദേഹം പങ്കെടുക്കുക. മറ്റൊരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് ഭാരതവും മൗറീഷ്യസുമായുള്ള ബന്ധം എന്ന് പറയുന്ന ആ ഒരു ഭാരതവും മൗറീഷ്യസുമായുള്ള ബന്ധം കടൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ ഓഷ്യനിലെ
ഈ മഡഗാസ്കറിന് ചേർന്ന് കിടക്കുന്ന ഈ മൊറീഷ്യസ് എന്ന് പറയുന്ന രാജ്യം തന്ത്രപ്രധാനമായ ഒരു പ്രദേശം കൂടിയാണ്. ഈ പൈറസി വിഷയങ്ങളിലെല്ലാം തന്നെ കടൽ കൊള്ള സംബന്ധിച്ച വിഷയങ്ങളിലെല്ലാം തന്നെ കാര്യമായ ഇടപെടൽ നടത്താൻ സാധിക്കുന്ന ഒരു ഭൂമി പ്രദേശമാണ്, ഒരു ദ്വീപ് രാഷ്ട്രം കൂടിയാണത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ധാരണകൾ, സമുദ്ര സുരക്ഷയും അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷ, അതുപോലെ മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന് നിരവധിയായ ധാരണകൾ ഉണ്ടാവുക എന്നതാണ് പരമപ്രധാനമായ ഒരു ലക്ഷ്യമായി കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ് ഇന്നലെയൊക്കെ മൊറീഷ്യസ് വിദേശകാര്യമന്ത്രിയുടെയൊക്കെ പ്രതികരണങ്ങളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടെ അവർ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നയതന്ത്ര ഇടപെടലുകളിലെല്ലാം തന്നെ വളരെ കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് തീവ്രവാദ വിരുദ്ധ നിലപാടുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മൊറീഷ്യസിൻ്റെയും ആ പ്രദേശത്തിൻ്റെ ഇന്ത്യൻ ഓഷ്യൻ്റെ ആ പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്തുള്ള പൈറസിയുടെ വിഷയങ്ങൾ, അതായത് കടൽ കൊള്ളയുടെ വിഷയങ്ങളുണ്ട്. അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നതിന് ഭാരതത്തിൻ്റെ നാവികസേനയ്ക്കൊക്കെ വളരെയധികം അധികാരങ്ങൾ ലഭ്യമായ 2022 ശേഷമുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള വിവിധ ധാരണകളായിരിക്കും ഈ രാജ്യവുമായി ഉണ്ടാവുക. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായും നിരവധിയായ ധനസഹായ പരിപാടികൾ അല്ലെങ്കിൽ ഭാരതവുമായി സഹകരിച്ച് ചില വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്, അതായത് മൊറീഷ്യസിൽ നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതികളിലെല്ലാം തന്നെ അദ്ദേഹം അതിൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും അദ്ദേഹത്തിന് നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം മൊറീഷ്യസ് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നത് ഗ്ലോബൽ സൗത്തിൻ്റെ ഭാഗമായ ഗ്ലോബൽ സൗത്തിൽ തങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കിയ രാഷ്ട്രമാണ് ഭാരതം എന്ന രീതിയിലാണ്. സ്വാഭാവികമായും അവരുടെ പ്രശ്നങ്ങൾ, അതായത് ആ രാജ്യം നേരിടുന്ന പലവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം തൊട്ട് രാജ്യത്തിൻ്റെ സുരക്ഷ വരെയുള്ള അല്ലെങ്കിൽ വൈവിധ്യങ്ങളായ വിഷയങ്ങൾ ആ രാജ്യവുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു ശ്രദ്ധ ലഭിക്കുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഭാരതത്തിൻ്റെ ഒരു ഇടപെടൽ മൂലമാണ്. അതുകൊണ്ട് തന്നെ ഭാരതം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റായ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സൗഹൃദമാണ് മൊറീഷ്യസിൻ്റെ. ഭാരതത്തിനെ എത്ര കണ്ട് മൊറീഷ്യസ് സുഹൃത്താകുന്നുവോ അതിനേക്കാൾ എത്രയോ കൂടുതൽ മൊറീഷ്യസ് ഭാരതത്തിൻ്റെ സുഹൃത്താകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചർച്ചകളെല്ലാം തന്നെ തുടരുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നിരവധിയായ വ്യാവസായിക രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ ട്രേഡ് രംഗങ്ങളിലുമെല്ലാം തന്നെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നതിനുള്ള ധാരണകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും നാളത്തെ ദേശീയ ദിനത്തിൽ പങ്കെടുക്കുന്നതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി നാട്ടിലേക്ക് വരിക. മൊറീഷ്യസിലെ നിരവധിയായ ഭാരതീയ സമൂഹവുമായി ഇടപെടുന്ന അല്ലെങ്കിൽ അവരുമായി സംവദിക്കുന്ന പരിപാടികളും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരിയായി സർ. മറ്റു വാർത്തകളിലേക്ക്. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മണിപ്പൂർ ബജറ്റ് ഇന്ന് സഭയിൽ ചർച്ച ചെയ്ത് പാസാക്കും. രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പുറത്തു പോവുകയും ചെയ്യുന്നവർക്കുള്ള നിയമങ്ങൾ കർശനമാക്കുന്നതിനുള്ള ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധമുയർത്തി സഭ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷ നീക്കം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, വീണ, നമസ്തേ, ഗുഡ് മോർണിംഗ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ രണ്ടാം ദിവസമാണ് ഇന്ന് 11 മണിയോടുകൂടി ആരംഭിക്കുക. ഇന്ന് പാർലമെന്റിലെ പ്രധാന നടപടിക്രമങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മണിപ്പൂർ ബജറ്റ് സഭയിൽ ചർച്ച ചെയ്ത് പാസാക്കും. കഴിഞ്ഞ ദിവസം 35,000 കോടി രൂപ വകയിരുത്തിക്കൊണ്ടുള്ള ബജറ്റായിരുന്നു ധനമന്ത്രി പ്രഖ്യാപിച്ചത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുകയും അതിന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള. ബജറ്റ് പരിശോധിക്കുമ്പോൾ തന്നെയും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് കൃത്യമായ തുക മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം നിലവിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക്, താൽക്കാലിക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 15 കോടി, പൂർണ്ണമായ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 100 കോടി തുടങ്ങി മണിപ്പൂരിൽ നിലവിലുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ മറികടന്നുകൊണ്ട് സുസ്ഥിരമായ വികസനം ഉറപ്പാക്കുന്നതിനുള്ള ബജറ്റാണ് ഇന്നലെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. ഇന്ന് സഭയിൽ മണിപ്പൂർ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിക്കൊണ്ട് ആ ബജറ്റ് പാസാക്കും. ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ ബജറ്റിന്മേൽ സംസാരിക്കും. മണിപ്പൂരുമായി ബന്ധപ്പെട്ട നയവും ഒപ്പം നിലവിലുള്ള നടപടികളും വിവിധ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇമിഗ്രേഷൻ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്ര സംബന്ധിച്ചുള്ള നടപടികൾ, നിരീക്ഷണങ്ങൾ കർശനമാക്കുന്നതിന്, രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും ഇത്തരത്തിൽ
ഇത്തരത്തിൽ രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രയും സംബന്ധിച്ചുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും കൂടുതൽ കർശനമാക്കുന്നതിനാണ് ഇത്തരത്തിലൊരു ബില്ല് ആഭ്യന്തര മന്ത്രാലയം വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ ബില്ല് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം രാജ്യസഭയിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പുതിയ വിദ്യാഭ്യാസ നയം, ഒപ്പം ത്രിഭാഷാ നയം, ഇവയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നടപടികൾ, ഒപ്പം വിശദീകരണം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെ നടത്തും. ഒപ്പം ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ക്രിയാത്മകമായൊരു ചർച്ച ഇന്ന് രാജ്യസഭയിൽ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ സഭ ആരംഭിച്ച ആദ്യഘട്ടം ലോക്സഭയിൽ തന്നെ DMK അംഗങ്ങൾ ഉൾപ്പെടെ സഭാ നടപടി തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധിച്ചത് ഈ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ടാണ്. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ ഇന്നലെ DMKയും ഒപ്പം പ്രതിപക്ഷ അംഗങ്ങളും നടത്തിയിരുന്നു. അതിന് കൃത്യമായ മറുപടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സഭയിൽ തന്നെ നൽകുകയും ചെയ്തിരുന്നു. DMKയും ഒപ്പം തമിഴ്നാട് സർക്കാരും യുവാക്കളെയും വിദ്യാർത്ഥികളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള നടപടികളാണ് പുതിയ വിദ്യാഭ്യാസ നയവും ഒപ്പം ത്രിഭാഷാ നയവും ചൂണ്ടിക്കാട്ടുന്നത്. ഏതെങ്കിലും ഒരു ഭാഷയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതിനപ്പുറം എല്ലാ ഭാഷയും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു നൽകുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിട്ടുള്ളത്. തമിഴ്നാട് സർക്കാർ യുവാക്കളെയും വിദ്യാർത്ഥികളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും രാജ്യസഭയിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചർച്ച, ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇമിഗ്രേഷൻ ബിൽ അവതരിപ്പിക്കും. ഒപ്പം മണിപ്പൂർ ബജറ്റ് ഇന്ന് ചർച്ച ചെയ്ത് സഭയിൽ പാസാക്കും. ഇത്രയുമാണ് നടപടികളുള്ളത്. ഒപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ തന്നെയാണ് നീക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നും അത്തരം സൂചനകൾ തന്നെയാണുള്ളത്. മണിപ്പൂർ, വഖഫ്, ഒപ്പം ത്രിഭാഷാ നയം, മണ്ഡല പുനർനിർണയം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഭയിൽ പ്രതിഷേധിക്കാനാണ് നീക്കം. ഒപ്പം ആശാവർക്കർമാരുടെ, ആശാപ്രവർത്തകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ നിന്നുള്ള UDF MPമാരുടെ ഒരു പ്രതിഷേധം സഭയ്ക്ക് പുറത്ത് നടക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ മുൻപും സഭയിൽ സാധാരണമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സഭാ നടപടികൾ പരിശോധിക്കുമ്പോൾ ബജറ്റ് സമ്മേളനത്തിലാണെങ്കിലും കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിലെയും മൗറീഷ്യസിലെ ചില കാഴ്ചകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അഞ്ജന, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മൗറീഷ്യസിലെ 57ാം ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി മൗറീഷ്യസിലെത്തിയപ്പോൾ അവിടെ വിവിധ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയാണ്. അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഒപ്പം അവിടുത്തെ ഇന്ത്യൻ സമൂഹം ദേശീയ പതാക ഏന്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ തെളിവെടുപ്പിനായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ് ചുള്ളാളത്തുള്ള വീട്ടിൽ.
അഫാൻ്റെ വാപ്പയുടെ സഹോദരനെയും ഭാര്യയുമാണ് ഇവിടെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ കിളിമാനൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കിളിമാനൂർ പോലീസാണ് അഫാനെ ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നടത്തിയ നേരത്തെ പ്രശാന്ത് വ്യക്തമാക്കിയിരുന്നു, ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകമാണ് അഫാൻ അവിടെ നടത്തിയത്. പ്രശാന്ത് ഇപ്പോൾ തത്സമയം ചേരുന്നുമുണ്ട്. പ്രശാന്ത്, പ്രതിഷേധം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ സൂചനകൾ പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പോലീസ് ബന്ദോബസ്തൊക്കെ ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് ഇവിടെ ഏറ്റവും നിഷ്ഠൂരമായി നടത്തിയ കൊലപാതകങ്ങളിൽ വലിയ ഞെട്ടലാണ് ആ സമയത്ത് ഉണ്ടായത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന കാര്യം അഫാൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഒരു ഭാവഭേദവുമില്ലാതെ. പ്രശാന്ത്. വീണ, തീർച്ചയായും യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് പ്രതി വീട്ടിലേക്ക് കയറിയത്, വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ വീടിനകത്ത് ഹാളിൽ ഈ അബ്ദുൾ ലത്തീഫിന്റെ മൃതദേഹം വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൊലപാതകം നടത്തിയത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതായത് എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതായത് പോലീസ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതിനുശേഷം തുടർന്ന് അതിന് തൊട്ടടുത്തായിട്ടാണ് അടുക്കള, സെപ്പറേറ്റ് ആയിട്ടാണ് അടുക്കളയുള്ളത്. അടുക്കള നീക്കിക്കൊണ്ടിരിക്കുക. അവിടെയാണ് അബ്ദുൾ ലത്തീഫിന്റെ ഭാര്യ സാജിദ ബീഗം മരണപ്പെട്ട് കിടന്നത്. ആ സ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ വീട്ടിലേക്ക് അല്പസമയം മുമ്പാണ് ഈ വീട്ടിലേക്ക് പ്രതി അഫാനെ എത്തിച്ചത്. യാതൊരു ഭാവഭേദവും അഫാന് ഉണ്ടായില്ല. വീട്ടിലേക്ക് കയറുമ്പോൾ പോലീസിന്റെ യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. വളരെ ശാന്തനായിട്ടാണ് ഈ വീടിനുള്ളിലേക്ക് പോലീസിനൊപ്പം വരുന്നത്. ഇപ്പോൾ അതിനകത്ത് വീടിന് ഉള്ളിൽ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളെല്ലാം പോലീസിനോട് ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല. കാരണം ഉള്ളിലേക്ക് പ്രവേശനമില്ല. പുറത്ത് നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പരമാവധി കാണാൻ സാധിക്കുന്നത്. എന്തായാലും തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഭാവഭേദവും അഫാനിൽ നിന്ന് വ്യക്തവുമല്ല. സ്ഥലത്ത് പ്രദേശവാസികളടക്കം നിരവധി ഈ തെളിവെടുപ്പ് ഉണ്ട് എന്നറിഞ്ഞെത്തിയിട്ടുണ്ട്. എന്നാൽ സംഘർഷഭരിതമായ ഒരു സാധ്യത നിലവിൽ ഇവിടെ നിന്ന് പറയാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ പോലീസിന്റെ തന്നെ വലിയ സന്നാഹം സ്ഥലത്ത്, അതായത് പോലീസിന്റെ ഒരു വലിയ സന്നാഹം സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് സംഘർഷങ്ങളൊന്നും നിലവിൽ ഈ അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിൽ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ തെളിവെടുപ്പ് പ്രതിയെ കൊണ്ടുവന്നത് അറിഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ ഈ വീട്ടിന്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. റോഡിലും മറ്റു സ്ഥലങ്ങളിലുമായി നിൽക്കുകയും ചെയ്യുന്നു. നിലകൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട്. തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫാന്റെ പിതാവിന്റെ സഹോദരൻ, വലിയ വാപ്പ എന്ന് പറയും, അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. ഈ കൊലപാതക പരമ്പരകളിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകം ആയിരുന്നു അബ്ദുൾ ലത്തീഫിന്റെ. ശരീരത്തിൽ നിരവധി പരിക്കുകളും മുറിവുകളുമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ നിരവധി പരിക്കുകൾ ആണ് ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചുള്ളാളത്തെ വീട്ടിൽ, എസൻപുരത്തെ അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് നടക്കുന്നത്. അല്പസമയത്തുള്ളത് പൂർത്തിയാകും. ആദ്യം ഇതിന്റെ ഈ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതിന്റെ ഹാളിലാണ് ഈ സോഫയിൽ മരണപ്പെട്ടതാണ് അബ്ദുൾ ലത്തീഫിനെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ആ സ്ഥലത്തും തുടർന്ന് അടുക്കളയിലും പരിശോധന നടത്തുന്നതിൽ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ പോലീസിന്റെ വലിയ സന്നാഹവും സ്ഥലത്തുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേർ പ്രദേശവാസികളായിട്ടുള്ളവരും ഈ തെളിവെടുപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്തിയിട്ടുമുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ പരിശോധനകൾ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം തുടർന്ന് സ്വന്തം വീട്ടിലേക്കും, അതായത് ഈ കൊലപാതകം നടത്തിയ ശേഷം സ്വന്തം വീട്ടിലേക്കാണ് തിരിച്ചു പോയത്. അതുകൊണ്ട് തന്നെ അവിടേക്കും പോകുമെന്നാണ്. ശരി പ്രശാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചുള്ളാളത്തെ വീട്ടിൽ ആണ് തെളിവെടുപ്പ്. അഫാനുമായി നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടു. ഒരു ഭാവഭേദവുമില്ലാതെ എങ്ങനെയാണ് നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തിയെന്നുള്ള കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. താൽക്കാലിക വെടിനിർത്തലിന് യുക്രൈൻ സന്നദ്ധത അറിയിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. താൽക്കാലിക വെടിനിർത്തലിന് നേരത്തെ റഷ്യ അനുവാദം നൽകിയിരുന്നില്ല. അതേസമയം സൗദി കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചയുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി സൗദി അറേബ്യയിൽ എത്തിയെങ്കിലും സമാധാന ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചന. വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. അഞ്ജന, ഇന്നലെയോടെയാണ്
വോളോഡിമിർ സെലൻസ്കി സൗദി അറേബ്യയിലെത്തിയത്. സൗദി അറേബ്യയിലെത്തിയതിന് എത്തിയ സമയത്ത് തന്നെ ഇന്ന് തന്നെ അവിടെ സൗദി അറേബ്യയിൽ യുക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എത്തിയത്. ഈ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാനാണോ അല്ലെങ്കിൽ അതിൽ ഭാഗമാകാനാണോ എന്നൊരു ആശയം അല്ലെങ്കിൽ ഒരു സംശയം നിലനിന്നുവെങ്കിലും ഉടൻ തന്നെ അത് സംബന്ധിച്ച് വിശദീകരണം വരികയും ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവർ, സെലൻസ്കിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവർ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചർച്ചകൾ മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ്, അതായത് മാർക്കോ റൂബിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളുടെ ഭാഗമായി അവിടെ എത്തിയപ്പോഴാണ് വളരെ കൃത്യമായി പറഞ്ഞത് താൽക്കാലിക വെടിനിർത്തലിനുള്ള സന്നദ്ധ യുക്രൈൻ അറിയിച്ചിട്ടുണ്ട്. അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്, നേരത്തെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിരുന്ന ഈ തർക്കം നിലനിൽക്കുന്ന രണ്ട് പ്രവിശ്യകൾ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് വരെ വെടിനിർത്തലിന് തയ്യാറല്ല എന്നൊരു നിലപാടാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ റഷ്യയുടെ നിലപാട്, യുക്രൈനുമായുള്ള റഷ്യയുടെ നിലപാടിൽ കുറേയൊക്കെ മയം വന്നിട്ടുണ്ട് എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള വഴിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഈ സൗദി അറേബ്യയിൽ നടക്കുന്ന ചർച്ചകളിലൂടെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നതുപോലെ നേരത്തെ പലതവണ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു വിഷയമായിരുന്നു റഷ്യയുമായുള്ള അമേരിക്കയുടെ പ്രതിനിധികളുടെ ചർച്ചകളിലൊന്നും തന്നെ യുക്രൈൻ ഉൾപ്പെട്ടിരുന്നില്ല എന്നത്. അതിനുശേഷമാണ് ഈ സംഘർഷങ്ങളിലെല്ലാം തന്നെ സെലൻസ്കി അമേരിക്കയിലെത്തുകയും അമേരിക്കയിലെത്തിയതിന് ശേഷം ട്രംപുമായുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് സൈനിക സഹായം നിർത്തിവെക്കുകയും മറ്റു ഇൻ്റലിജൻസ് വിവരങ്ങളും സാറ്റലൈറ്റ് ഡാറ്റകൾ നൽകുന്നതെല്ലാം തന്നെ നിർത്തിവെക്കുകയും ചെയ്യുകയും വീണ്ടും അതിശക്തമായ ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ യുക്രൈന് സാധിക്കാതിരുന്നൊരു സാഹചര്യം കൂടി വന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇപ്പോൾ ഈ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സൈനിക സഹായം ലഭ്യമാക്കുന്നതിന് അന്തിമമായൊരു തീരുമാനമുണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ, അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത തെളിയുന്നുണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അത് പൂർണ്ണമായും യാഥാർത്ഥ്യമാകുമെന്ന് കരുതാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഈ ചർച്ചകളിലൂടെ അത് ഉരുത്തിരിഞ്ഞ് വരുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അവിടെ തുടരുന്ന സെലൻസ്കി ഈ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി പറയുമോ എന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ യുദ്ധം ഒരു സമാധാനത്തിലേക്ക്, ശാശ്വത സമാധാനത്തിലേക്ക് പോകുന്നു എന്ന സൂചനകളാണ് വരുന്നത്. 3 വർഷമായി തുടരുന്ന ഈ യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട് എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഓക്കെ, ശരിയായി സർ. യൂറോപ്യൻ രാജ്യങ്ങൾ സുരക്ഷയിൽ സ്വയം പര്യാപ്തരാകണമെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്. റഷ്യയുടെ വെല്ലുവിളി നേരിടാൻ അമേരിക്കയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണം. കഴിഞ്ഞ 3 വർഷമായി യുക്രൈൻ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഡൊണാൾഡ് ടസ്ക് പറഞ്ഞു. 500 milionów Europejczyków błaga 300 milionów Amerykanów, żeby chronili nas przed 140 milionami Rosjan, którzy od 3 lat nie są w stanie sobie poradzić z 40 milionami Ukraińców. Nie ma żadnego powodu, naprawdę obiektywnie, nie ma żadnego powodu, żeby Europa jako całość miała jakiekolwiek kompleksy wobec Rosji, jeśli chodzi o realne potencjały. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ തീരത്ത് കപ്പലുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാവികനെ കാണാതായി. പരിക്കേറ്റ 36 പേരെ രക്ഷപ്പെടുത്തിയതായി UK കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. പോർച്ചുഗീസ് ചരക്ക് കപ്പലിൽ 15ഓളം സോഡിയം സയനൈഡ് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന. കൂട്ടിയിടിച്ചതിന് പിന്നാലെ ഇരു കപ്പലുകളിൽ നിന്നും തീ പടരുകയായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിന് പരസ്യമായി പ്രതിഷേധം അറിയിച്ച മുതിർന്ന നേതാവ് എ പത്മകുമാറിനെതിരായ നടപടി ചർച്ച ചെയ്യാൻ നാളെ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരും. പരസ്യ പ്രതിഷേധം നടത്തിയതിന് തനിക്കെതിരെ നടപടിയെടുക്കാൻ പത്മകുമാർ ആവർത്തിച്ച് പാർട്ടിയെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ജില്ലയിൽ പാർട്ടി വിഭാഗീയത രൂക്ഷമായി മാറിയിരിക്കുകയാണ്. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഈ കൊല്ലത്ത് ഒരു വലിയ പ്രശ്നമായി നിൽക്കുകയായിരുന്നു വിഭാഗീയത. അവിടെ നിന്ന് പത്തനംതിട്ടയിലേക്കും പടർന്നിരിക്കുന്നത് ഈ സംസ്ഥാന സമ്മേളന കാലത്താണ്. പ്രത്യേകിച്ച് പത്മകുമാർ ഇങ്ങനെ വെല്ലുവിളിയുമായി മുന്നിൽ നിൽക്കുമ്പോൾ പ്രതികരിക്കേണ്ടി വരും ജില്ലാ നേതൃത്വത്തിന്. അത് ഈ പ്രതികരിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ തന്നെ അത് നടപടിയായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയോ പത്തനംതിട്ടയിലെ CPMൽ വളരെ പെട്ടെന്ന് സംഭവിക്കാനിരിക്കുന്നു. വിവരങ്ങൾ മിഥുൻ. വീണ പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് ഉടൻ തന്നെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടിത്തെറികൾ, അസ്വാരസ്യങ്ങൾ അത് വലിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. പത്തനംതിട്ട CPM ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രശ്നങ്ങൾ. ഈ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള ലോക്കൽ സമ്മേളനം മുതൽ ജില്ലാ സമ്മേളനം വരെ പൂർത്തിയാക്കുന്നതുമായോടനുബന്ധിച്ച് വിവിധ തരത്തിലുള്ള വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, പൊട്ടിത്തെറികൾ എല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ ജില്ലാ സമ്മേളനം ജില്ലയിൽ പൂർത്തിയാക്കിയത്. ഈ സംസ്ഥാന സമ്മേളനം അവസാനിച്ച് തൊട്ട് പിറകെ തന്നെ പത്മകുമാറിലൂടെ തന്നെ
ആരംഭിച്ച ഈ കലഹം സംസ്ഥാന സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ തുടങ്ങിയ പൊട്ടിപ്പുറപ്പെട്ട ആ കലഹം പ്രധാനമായും പത്മകുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നീട് പല നേതാക്കളിലേക്ക് വ്യാപിക്കുകയും ചെയ്തിരുന്നു. പത്തനംതിട്ട CPM-ൽ ഈ വീണ ജോർജിന്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായിട്ടുള്ള വലിയ തരത്തിലുള്ള വിഭാഗീയതകൾ, നേതാക്കൾക്കിടയിലെ ഭിന്നസ്വരങ്ങൾ അതെല്ലാം മറനീക്കി ഈ സംസ്ഥാന സമ്മേളനത്തോടു കൂടി പുറത്തു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെയും പത്മകുമാർ നിലപാട് വ്യക്തമാക്കുമ്പോൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്, ലക്ഷ്യം വെച്ചിരുന്നത് വീണ ജോർജിനെ തന്നെയായിരുന്നു. വീണ ജോർജിനെ പോലെ സംഘടനാ പ്രവർത്തനത്തിൽ വലിയ പാരമ്പര്യമില്ലാത്ത ഒരാളെ പാർട്ടി അമിത പ്രാധാന്യം നൽകുമ്പോൾ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കുന്നു എന്നുള്ളതായിരുന്നു പത്മകുമാർ ഇന്നലെ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുമ്പോൾ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നത്. തനിക്ക് മാത്രമുള്ള അഭിപ്രായമല്ല, തന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന, പാർട്ടിയിൽ അവഗണന നേരിടുന്നുണ്ട്, പാർട്ടിയുടെ നീതികേട് ഉണ്ടാകുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ പാർട്ടിയിലുണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ അനുരഞ്ജന ശ്രമങ്ങൾക്ക് വേണ്ടി CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിന്റെ ആറന്മുളയിലേക്ക് വീട്ടിലേക്ക് എത്തിയിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ചകൾ പൂർത്തിയാക്കിയിരുന്നു. സംഘടനാപരമായി പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് രാജു എബ്രഹാം പറഞ്ഞത്. പക്ഷേ ഈ പ്രശ്നം ഇതോടുകൂടി അനുരഞ്ജന ശ്രമങ്ങൾ പൂർണ്ണതലത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു ചർച്ചയ്ക്ക് ശേഷവും കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പത്മകുമാർ ഇതേപ്പറ്റി ഈ രാജു എബ്രഹാമുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ നിലപാടിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ അല്ലെങ്കിൽ താൻ പാർട്ടിക്ക് വിധേയപ്പെട്ടോ എന്നത് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സമയത്തും ഇന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നാളെ ജില്ലാ നേതൃയോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സമിതിയിൽ നിന്നുള്ള, സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള ഒരാളുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ പത്മകുമാറിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി ചേരുക. ഈ ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാറും പങ്കെടുക്കുന്നുണ്ട്. പത്മകുമാർ ഇതുവരെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒപ്പം മാധ്യമങ്ങളിലൂടെയുമാണ് പാർട്ടിക്കെതിരെ പ്രതികരിച്ചതെങ്കിൽ നാളെ ഈ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ പാർട്ടിയുടെ സംഘടനാപരമായ രീതിയിൽ തന്നെ തൻ്റെ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി ജില്ലാ കമ്മിറ്റി മാറും. ഈ ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ അല്ലെങ്കിൽ പാർട്ടിക്ക് വിധേയപ്പെടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പത്മകുമാറിൻ്റെ വിഷയത്തോടു കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്, മറനീക്കി പുറത്തു വരുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ ജോർജിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തോടുകൂടി മുതിർന്ന നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അസ്വാരസ്യങ്ങൾ ആറന്മുള മണ്ഡലത്തിലേക്ക് വീണ ജോർജിനെ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയായി എത്തിക്കുന്നു. പിന്നീട് പാർട്ടിയിൽ കൂടുതൽ പരിഗണനകൾ ലഭിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വീണ ജോർജിനെ നിയമിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പത്മകുമാർ ഉൾപ്പെടെയുള്ള വിവിധ മുതിർന്ന നേതാക്കൾക്ക് ജില്ലയിൽ അസ്വാരസ്യങ്ങളുണ്ട്. ഈ നഗരസഭകളുടെ തലപ്പത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കടക്കം, മുതിർന്ന നേതാക്കൾക്കടക്കം ഈ വീണ ജോർജിനോട് പരിഭവമുണ്ട്. ഈ ഒരു കൂടുതൽ പരിഗണന പാർട്ടിയിൽ ലഭിക്കുന്നു, തങ്ങളെ തഴയുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനം പൂർത്തിയായതോടുകൂടി പത്മകുമാറിൻ്റെ പരസ്യ പ്രതിഷേധം പുറത്തേക്ക് വരുന്നതോടുകൂടി മറനീക്കി പുറത്തു വരുന്നത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഈ പാർട്ടിയിൽ ജില്ലയിൽ നിലനിൽക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ, മുതിർന്ന നേതാക്കൾക്കിടയിലെ ഭിന്നസ്വരങ്ങൾ അതെല്ലാം രൂക്ഷമാകുന്ന സാഹചര്യം ജില്ലാ നേതൃത്വത്തിനും വലിയ തലവേദനയാണ് എന്തായാലും സൃഷ്ടിച്ചിരിക്കുന്നത്. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ പാർട്ടിക്ക് വിധേയപ്പെടുമോ അല്ലെങ്കിൽ നിലപാട് ഇതേ രീതിയിൽ തുടരുമോ, ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും അദ്ദേഹത്തിന് നേരിടേണ്ടി വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉറ്റുനോക്കാനുള്ളത്. എന്തായാലും കൂടുതൽ നടപടികൾ ഉണ്ടായാൽ പത്മകുമാറിനെ പിന്തുണയ്ക്കുന്ന ധാരാളം പ്രവർത്തകർ പത്തനംതിട്ടയിലുണ്ട്. മുതിർന്ന നേതാവാണ്, MLA എന്ന രീതിയിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിലുമൊക്കെ വലിയ സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളാണ്. അദ്ദേഹത്തിന് അനുഭാവികളുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ നടപടികൾ നേരിടേണ്ടി വന്നാൽ നടപടികൾ എടുക്കൂ എന്ന് പാർട്ടിയെ നിരന്തരം വെല്ലുവിളിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്ത് നടപടി തനിക്ക് നേരിടേണ്ടി വന്നാലും അത് പ്രശ്നമല്ല എന്ന് പത്മകുമാർ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യവുമുണ്ട്. നടപടിയെടുക്കൂ എന്നാണ് അദ്ദേഹം നിരന്തരം ആവർത്തിച്ച് പാർട്ടിയെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൂടുതൽ നടപടി എടുക്കണം, അത് സ്വാഗതാർഹമാണ് എന്ന് പത്മകുമാർ പറയുമ്പോൾ അത്തരത്തിലുള്ള നടപടികൾ പത്മകുമാറിന് നേരിടേണ്ടി വന്നാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ മാറും. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു അനുഭാവികളുടെ ഒരു കൂട്ടം അദ്ദേഹത്തിനുണ്ട്. അത് പത്തനംതിട്ട ജില്ലയിലെ CPM-ൽ തന്നെ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാവുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ ഉയർന്നു വരുന്ന വിവിധ ഭിന്നസ്വരങ്ങളുണ്ട്. അത് വലിയ രീതിയിൽ പാർട്ടിക്കെതിരെയുള്ള ശബ്ദമായി ഉയർന്നു വരുന്നതിന് മുൻപേ അത് അടക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇനിയും വിഭാഗീയത രൂക്ഷമായി ജില്ലയിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പാർട്ടിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ള ഒരു ശ്രമമായിരിക്കും ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. വീണ. ഓക്കെ, ശരി മിഥുൻ. തൊഴിൽ തട്ടിപ്പിനിരയായ 283 പേരെ തിരികെ എത്തിച്ച് ഭാരതം. തായ്ലൻഡിലെ മേസോയിട്ടിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേന വിമാന
വിമാനത്തിലാണ് പൗരന്മാരെ എത്തിച്ചത്. വ്യാജ ജോലി വാഗ്ദാനങ്ങളിൽ അകപ്പെട്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങൾ നൽകാനായി അശ്വതി സതീഷ് ചേരുന്നുണ്ട്. അശ്വതി, ഇപ്പോൾ തൊഴിൽ തട്ടിപ്പിനിരയായി 283 പേരെയാണ് ഭാരതം തിരികെ എത്തിച്ചിരിക്കുന്നത്. തായ്ലൻഡിലെ മേസേട്ടിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേന വിമാനത്തിലാണ് പൗരന്മാരെ എത്തിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ, അശ്വതി? അതെ അഞ്ജന, തായ്ലൻഡിലെ മേസേട്ടിൽ നിന്നാണ് 283 പേർ ഇന്ന് രാവിലെ ഇന്ത്യയിൽ എത്തിയത്. സംഘത്തിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർ മികച്ച ജോലിയും ശമ്പളവും ആഗ്രഹിച്ചു പോയവരാണ് ഇവർ. എന്നാൽ അവിടെ എത്തിയതിന് പിന്നാലെ ഇവരെ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഇത് മ്യാൻമാർ തായ്ലൻഡ് അതിർത്തിയിലാണ് സംഭവം നടക്കുന്നത്. ഇരു രാജ്യങ്ങളിലെ എംബസികൾ പ്രാദേശിക ഭരണകൂടവുമായി നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇവർ തിരികെ നാട്ടിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്ന സംഭവം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ജോലികൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും മറ്റും പരസ്യം കണ്ട് ജോലിക്കായി പോകുമ്പോൾ സൂക്ഷിക്കണമെന്നും എംബസിയുമായി ഇടപെടണമെന്നും കൃത്യമായ വിവരങ്ങൾ ലഭിച്ച് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പോകാവൂ എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സമാന രീതിയിൽ മ്യാൻമാറിൽ കഴിഞ്ഞ ഡിസംബറിൽ 6 പേർ കുടുങ്ങിയിരുന്നു. അവരെ തിരികെ ഭാരതം എത്തിച്ചിരുന്നു. ലിബിയയിൽ നിന്നും ഭാരതീയരെ തിരികെ എത്തിച്ചിരുന്നു. ഇനിയും ശ്രമങ്ങൾ തുടരുമെന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ശരി, അശ്വതി സതീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തുടർ പഠനങ്ങളോ ആവശ്യമായ സംരക്ഷണമോ ഇല്ലാതെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം. ഏറെ പ്രത്യേകതകളും ചരിത്ര പ്രാധാന്യവുമുള്ള തടാകത്തിനായി വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും പലതും പ്രായോഗികമായില്ല. തടാകത്തിൽ ഇക്കോ ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിയണമെന്നും ഗവേഷണ കേന്ദ്രം വേണം എന്നതുമാണ് ഉയരുന്ന ആവശ്യം. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് അതിമനോഹരമായ ശാസ്താംകോട്ട തടാകമുള്ളത്. കേരളത്തിലെ 3 റാംസർ സൈറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. ചുറ്റും പ്രകൃതി രമണീയമായ ശാസ്താംകോട്ട ക്ഷേത്രമുള്ളതും ഈ തടാകത്തിനടുത്താണ്. ചുറ്റി വളഞ്ഞുകിടക്കുന്ന തടാകത്തിലെ ശുദ്ധജലത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഉപ്പോ മറ്റ് ധാതുക്കളോ ലോഹങ്ങളോ ജലത്തിൽ അടങ്ങിയിട്ടില്ല. കൊല്ലം ജില്ലയിലെ വിവിധയിടങ്ങളിലായുള്ള കുടിവെള്ള പദ്ധതികൾക്കായി തടാകത്തിൽ നിന്നും ജലമെടുക്കുന്നുണ്ട്. എന്നാൽ അത്യപൂർവമായ തടാകത്തെക്കുറിച്ചുള്ള തുടർ പഠനങ്ങൾ നടന്നില്ല എന്നതാണ് തടാക സംരക്ഷണ സമിതി വ്യക്തമാക്കുന്നത്. ഉത്കപതനം മൂലമോ ഭൂകമ്പം മൂലമോ ആണ് ജലസ്രോതസ് ഉണ്ടായതെന്ന സംശയങ്ങളുണ്ട്. ചരിത്രാതീത കാലം മുതലുള്ള ഒരുപാട് തെളിവുകൾ തടാകത്തിൽ അവശേഷിക്കുന്നു. ഉൽക്കാപതനത്തിലൂടെ അതല്ലെങ്കിൽ ഭൂകമ്പം മൂലം ഉണ്ടായ ഒരു ജലസ്രോതസ്സാണ് എന്നുള്ളതിൻ്റെ ചുറ്റും കുറേ മൊട്ടക്കുന്നുകൾ, അതിൻ്റെ നടുക്ക് ഒരു 20 കിലോമീറ്റർ തീരനീളമുള്ള ഒരു തടാകം. അത് പ്രത്യേക ഒരു വൃത്തമോ ചതുരമോ ഒന്നുമല്ല, ചുറ്റി വളഞ്ഞു കിടക്കുകയാണ്. 3 പഞ്ചായത്തുകളിലായി ചുറ്റി വളഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും അത്, എന്നാൽ ഇതിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ജലത്തിന് ചില പ്രത്യേകതയുണ്ട്. ഈ കുളവാഴ പോലുള്ള പായലുകൾ വളരുന്നില്ല, ചില പ്രത്യേക ഇതുള്ളതാണ്. ഇതിൽ വീഴുന്ന മാലിന്യങ്ങളെ അടിയിച്ച് കളയുന്ന ചില പ്രത്യേകതകളുണ്ട്. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള ഈ തടാകത്തിൻ്റെ ഈ അത്യപൂർവമായ ജലത്തെപ്പറ്റി നിങ്ങൾ എന്ത് പഠനം നടത്തി എന്നുള്ള അധികാരം ഇത് എടുത്തുകൊണ്ട് പോകുന്നു, ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നു. 1971 തടാകതീരം കുഴിച്ചപ്പോൾ അസാധാരണ വലിപ്പമുള്ള ഒരു മനുഷ്യന്റെ തലയോട് കിട്ടിയതായും വിവരമുണ്ട്. 1982 തടാക ദുരന്തത്തിൽ കടത്തുവെള്ളം മുങ്ങി മരിച്ചവരുടെ ശരീരം കണ്ടെത്താൻ മുങ്ങിത്തപ്പിയ നേവി വിദഗ്ധർ അടിത്തട്ടിലെ ഐസ് കോൾഡ് ക്യാവിറ്റീസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരു വൈദേശിക യാത്രാ വിവരണ ഗ്രന്ഥമായ ജോർനാഡ എന്ന ഗ്രന്ഥത്തിൽ ശാസ്താംകോട്ട തടാകത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. പോർച്ചുഗീസുകാർ ഈ പ്രദേശത്തെ ആക്രമിച്ചതായാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. തടാകത്തിൽ നിന്ന് ക്ഷേത്ര സംബന്ധമായ വസ്തുക്കളും ചൈനീസ് നാണയങ്ങളും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. 1982 വള്ളം അപകടത്തിൽ ഒരുപാട് പേര് മരിച്ച സമയത്ത് അവരുടെ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടി നേവിയുടെ മുങ്ങൽ വിദഗ്ധരെത്തിയപ്പോൾ അവരിതിൻ്റെ നടുക്ക് മുങ്ങിത്തപ്പിയപ്പോൾ ഐസ് കോൾഡ് കാവിറ്റീസ് കണ്ടു. ഒരുപാട് ഗുഹ പോലെ തണുത്തുറഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ജോർനാഡ എന്ന് പറയുന്ന ഒരു വൈദേശിക യാത്രാവിവരണ ഗ്രന്ഥത്തിൽ പോർട്ടുഗീസുകാർ ശാസ്താംകോട്ട കല്ലട മേഖലകൾ ആക്രമിച്ചതിനെപ്പറ്റി പറയുന്നുണ്ട്.
അപ്പോൾ അതിൽ പെട്ടാവാം ഇവിടെ ഒരു 2013 ഇവിടെ വെട്ടോലിക്കടവിൽ ഈ നമ്മൾ നിൽക്കുന്ന കടവിൻ്റെ ഇവിടെ വെള്ളം പറ്റിയപ്പോൾ കുറേയധികം വിളക്കുകൾ, പൂജാ വസ്തുക്കൾ, പൂജാപാത്രങ്ങളൊക്കെ തീ കത്തിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ചെളിക്കകത്തുനിന്ന്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ കുറേയധികം ചൈനീസ് നാണയങ്ങൾ കിട്ടി. അത് ഈ ഭണ്ഡാരത്തിലിട്ടിരുന്ന പോലെ. അത് പിന്നീട് അത് സർക്കാരിൻ്റെ അധികൃതർ ആർക്കിയോളജി വകുപ്പുകാർ കൊണ്ടുപോയിട്ട് സംഗ് ഡൈനാസ്റ്റിയുടെ കാലത്തെ ആണെന്ന് കണ്ടെത്തി. ചരിത്രപരമായ കാര്യങ്ങൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കാൻ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കണമെന്നും ഇക്കോ ടൂറിസത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയുകയും ഒരു പുതിയ ജലപദ്ധതി കൊണ്ടുവരണമെന്നതുമാണ് തടാക സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. ജലചൂഷണം മാത്രമാകുമ്പോൾ തടാകത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള ആശങ്കയുമുണ്ട്. അധികാരികൾക്കും കൂടെ ഇത് വേണം, നാട്ടുകാർക്ക് ഇതിൻ്റെ ശുദ്ധത സംരക്ഷിക്കണമെന്നുള്ള ഒരു ബോധ്യം അവർക്കും കൂടെ വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു വലിയ പദ്ധതി വരണം എന്നുള്ളതാണ് ഞങ്ങൾ തടാക സംരക്ഷണ സമിതി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാര്യം ഇതിങ്ങനെ സംരക്ഷിക്കുന്നതിന് ഇക്കോ ടൂറിസം പോലെ ഒരു ഉത്തരവാദിത്ത ടൂറിസം, അങ്ങനെ ഒരു പദ്ധതി വരണം. അങ്ങനെ അതിൽ കൂടി ഈ തടാകത്തെ സംരക്ഷിക്കണം. ശാസ്താംകോട്ട തടാകത്തിനായി വിവിധ ഫണ്ടുകൾ അനുവദിച്ചെങ്കിലും അത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല. ഇതിനൊരു പരിഹാരം വേണമെന്നതാണ് തടാക സംരക്ഷണ സമിതി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ജനം, കൊല്ലം. മറ്റു വാർത്തകളിലേക്ക്. വഖഫ് അധിനിവേശനത്തിനെതിരായ മുനമ്പം ഭൂസമരം ഇന്ന് 150-ാം ദിവസം. ഇന്നത്തെ റിലേ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞ വയോധികർ. 1989-93 കാലഘട്ടത്തിൽ ഫറൂഖ് കോളേജിൽ നിന്നും ഭൂമി വില കൊടുത്തു വാങ്ങിയ 218 കുടുംബങ്ങളിലെ അംഗങ്ങളാണിവർ. വൈകിട്ട് 4-ന് സമരപ്പന്തലിൽ പ്രത്യേക സമ്മേളനവും വാഹന ജാഥയും സംഘടിപ്പിക്കും. ഈ പറയുകയാണെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് തോപ്പിച്ച് ഇവിടുന്ന് വിടാൻ വഖഫിനെ കൊണ്ട് നടക്കൂല. ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചിട്ട് ഞങ്ങളുടെ ശവവും ഉണ്ടാകാൻ പറ്റുള്ളൂ. വിവരങ്ങൾ നൽകാനായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. ഇപ്പം നമ്മൾ കേട്ട ആ ഒരു പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരുടെ ഒരു വേദന. വർഷങ്ങളായി അവർ ജീവിച്ചു പോകുന്നൊരു സ്ഥലം പെട്ടെന്ന് അവരുടേതല്ലാതായി മാറുന്നൊരു സാഹചര്യമാണ്. ജനം ടി വി തന്നെ വഖഫിനെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലുള്ള വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യവും നിലനിന്നിരുന്നതാണ്. ഇപ്പോൾ 150-ാം ദിവസത്തിലേക്ക് മുനമ്പം ജനതയുടെ സമരം കടക്കുമ്പോൾ എന്തുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നിസ്സംഗത നിലനിൽക്കുന്നു? ഇവരുടെ ഈ വേദന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തുടരെ അവർ പറയുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നിസ്സംഗതയും അത് മാറ്റിക്കൊടുക്കാമെന്ന് സമരപ്പന്തലിലടക്കം പല നേതാക്കന്മാരെത്തിയും അറിയിച്ചതാണ്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ ഇതൊന്നും പ്രാവർത്തികമാകാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സുധീഷ്, എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്ന വിശദാംശങ്ങൾ? ഒപ്പം തന്നെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഈ റിലേ സമരത്തിലുണ്ടാകും. ആ ഒരു പ്രായം പോലും മറന്നാണ് അവർ മുന്നോട്ട് വരുന്നത്. ഒരു പരിഹാരം കാണാൻ സാധിക്കുമോ? സുധീഷ്, വിശദാംശങ്ങൾ. അഞ്ജന, ഇത് 150-ാം ദിവസത്തിലേക്ക് ഈ സമരം എത്തുമ്പോൾ ഇതിനിടയിൽ എത്ര പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇവർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതെന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി അടക്കം ഈ സമരം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് പോലും അതിന് വഴങ്ങാതെ കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇവരിവിടെ സമരം ചെയ്യാനുള്ള കാര്യം തന്നെ എന്താണ്? ഇവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ എല്ലാ റവന്യൂ അവകാശങ്ങളുമുള്ള ഭൂമിയിൽ ജീവിച്ചു വരുമ്പോഴാണ് അത് വഖഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡ് അത്തരം അവകാശവാദം ഉന്നയിക്കുകയും അതിൻ്റെ പേരിൽ ഇവരുടെ റവന്യൂ അധികാരങ്ങളടക്കം റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ റദ്ദ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കിടപ്പാടത്തിൻ്റെതായ അത് പണയപ്പെടുത്താനോ കൈമാറ്റം ചെയ്യാനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യം. അതുമൂലം അവരുടെ അവിടുത്തെ യുവതികളുടെ വിവാഹം പോലും മുടങ്ങിപ്പോകുന്ന സാഹചര്യം, പഠിപ്പിക്കുന്നതിന് വേണ്ടിയില്ല ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ ഇതൊന്ന് പണയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം. അതിലൊക്കെ ഉപരിയായി ഇത്രയും നാളായി ജീവിച്ചു പോകുന്ന ഈ ഭൂമി ഇല്ലെങ്കിൽ ഒരു ആയുസിൻ്റെ മൊത്തം അധ്വാനത്തിലൂടെ കെട്ടിപ്പടുത്ത വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെടുമോ എന്ന ആ ആദിയോടുകൂടി മരണപ്പെട്ടവർ പോലും എത്രയോ പേരുണ്ട് ഈ മുനമ്പം തീരത്തെന്നറിയുമോ? അപ്പോൾ അത്ര കണ്ട് വളരെ വേദനാജനകമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. ഇതിനെ ഈ വഖഫ് അധിനിവേശ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവർ ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ ഭേദമെല്ലാം മറന്നുകൊണ്ട് അവർ ഒറ്റക്കെട്ടായി സമരപ്പന്തലിലേക്ക് എത്തുന്നത്. ആ സമരത്തെ തകർക്കാൻ വേണ്ടി വിവിധ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നത്. അതിലുപരി UDFൻ്റെ നേതാക്കൾ, അതായത് പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തി പലവിധ വാഗ്ദാനങ്ങൾ നൽകുന്നു, പാലിക്കപ്പെടുന്നില്ല. ഇടതുപക്ഷ സർക്കാർ പലവിധ വാഗ്ദാനങ്ങൾ നൽകുന്നു, പാലിക്കപ്പെടുന്നില്ല. ഈ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഇവർ തന്നെ തിരിച്ചറിയുന്നു ഇവിടെ വഖഫ് നിയമ ഭേദഗതി മാത്രമേ ഇവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവൂ എന്നത്. ആ തിരിച്ചറിവോടുകൂടി ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ഇവരുടെ MP ആയ ഈ മുനമ്പം ഉൾപ്പെടുന്ന എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ MP-യെ കണ്ടവർ ഭീമ ഹർജി കൊടുക്കുന്നു. ഈ രീതിയിലെല്ലാമുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് അവിടെ വിലയാധാരമായി വാങ്ങിയ ഈ ഭൂമി വാങ്ങി 1988
88 ശേഷം ഇത്തരത്തിൽ ഭൂമി വാങ്ങിയ ആ കുടുംബങ്ങൾ, അത് 218 കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിലെ 60 കഴിഞ്ഞ പ്രായമായവരാണ് ഇന്നത്തെ ഈ റിലേ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്നത്. അവിടേക്ക് വാഹനജാഥ വരുന്നുണ്ട്. ഇത് സമൂഹത്തെ മൊത്തത്തിൽ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ മുനമ്പം ജനത നടത്തുന്നത്. എന്തു തന്നെയായാലും മരണം വരെയും ഇല്ലെങ്കിൽ ലക്ഷ്യം കാണും വരെയും സമരം തുടരാനാണ് സമരസമിതിയുടെയും അവിടുത്തെ ജനങ്ങളുടെയും തീരുമാനവും. അഞ്ജന, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ അതിജീവന സമരം ആരംഭിച്ചിട്ടിന്ന് 1 മാസം. ഓണറേറിയം വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ച രാപ്പകൽ സമരത്തിന് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. സമരക്കാരോടുള്ള സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനങ്ങളും CPM നേതാക്കളുടെ അധിക്ഷേപവും സമരത്തെ ജനകീയമാക്കി. 2ാം ഘട്ട പ്രതിഷേധങ്ങൾക്കൊരുങ്ങുകയാണ് ആശമാർ. ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, എന്താണ് ഈ 2ാം ഘട്ട സമരത്തിൽ അവരുടെ പ്ലാൻ എന്താണ്? വീണ, ഇന്നിപ്പോൾ ആശാ വർക്കർമാരുടെ സമരം ഒരു മാസം എത്തി നിൽക്കുകയാണ്. സമരം കടുപ്പിച്ച് തന്നെയാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്. എന്ത് വന്നാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ മാസം 17-ാം തീയതി ആശാ വർക്കർമാർ ഒന്നടങ്കം സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് ഇനി അവരുടെ തീരുമാനം. ഇനി സമരമുറകളെല്ലാം മാറും, കടുപ്പിക്കും. തങ്ങൾക്കു മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കാത്തതും എല്ലാമുള്ള കാര്യങ്ങൾ സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീതികേട് സ്ത്രീകളായ ആശാ വർക്കർമാരോട് കാണിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ ഇവർ ഉന്നയിക്കുകയാണ്. വെറും ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്ന് മാത്രമാണ് ആശാ വർക്കർമാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ സർക്കാർ കേട്ട ഭാവം നടിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരോട് സംസാരിക്കാൻ കൂടി സർക്കാർ താല്പര്യപ്പെടുന്നില്ല എന്നൊരു കാര്യമാണ് നമുക്കിവിടെ എടുത്തു പറയാനുള്ളത്. മാർച്ച് 17-ാം തീയതി എന്തായാലും ഇവർ സമരം കടുപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എങ്ങനെയാണ് മാർച്ച് 17 ഉപരോധം തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായി തന്നെ ഉപരോധിക്കുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ഇപ്പോൾ പറയുന്നത്. മാർച്ച് 17-ാം തീയതി സർക്കാർ ഇതുവരെ കാണാത്ത സമരമുറകളിലേക്ക് അവർ നീങ്ങുമെന്ന് ഉറച്ചു തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. നമുക്ക് മിനി ചേച്ചിയോട് തന്നെ ചോദിക്കാം. മിനി ചേച്ചി, എന്താണ് നമ്മൾ ഇനി മാർച്ച് 17-ാം തീയതി? ഇന്ന് 30 ദിവസം പൂർത്തിയാവുകയാണ്. സമരം 1 മാസം പിന്നിടുന്നു. യാതൊരു പുരോഗതിയും കാണുന്നില്ല സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സമരം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഞങ്ങൾ ഇതുവരെയും സമാധാനപരമായിട്ട് തന്നെയാണ്, ഇനിയും ഈ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ തന്നെയുള്ളൊരു ഉപരോധമാണ് ഞങ്ങൾ നടത്തുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ഭീഷണി, ആശാ വർക്കർമാർക്ക് നേരെയുള്ള വലിയ തരത്തിലുള്ള നടപടികൾ ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് വരുന്നത്. അവർ നമ്മളെ ആക്ഷേപിക്കുകയാണ്, ഇവിടെ ആൾ കുറവ്. എങ്ങനെയാണ് ഇവിടെ ഒരാളിന് കുറവില്ല. ഒരു വിരലിനൊടിച്ചാൽ ആശാ വർക്കർമാർ വരാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. 17-ാം തീയതി ഞങ്ങൾ ശക്തമായ ഉപരോധമാണ്. അതിനുശേഷം പൊതുജനം നിശ്ചയിക്കട്ടെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന്. ശക്തമായ ജനപിന്തുണ തന്നെയാണ് ഇവർക്ക് എല്ലാ പേരിൽ നിന്നും ലഭിക്കുന്നത്. സർക്കാർ എന്തായാലും ഈ ഒരു സമരം 1 മാസം പിന്നിടുമ്പോൾ എന്തുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നൊരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്താണ് സർക്കാർ സ്ത്രീകളുടെ മുന്നിൽ മുട്ടുകുത്താൻ ഇത്രത്തോളം ഭയപ്പെടുന്നത്? സ്ത്രീകൾ അപലരാണ് എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പറയാം. കാരണം വനിതകൾക്ക് ശരി ശ്രീനന്ദ, സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 30 ദിവസം പിന്നിടുന്നു ആശമാരുടെ സമരം. ഏതായാലും കൂടുതൽ സമരം കടുപ്പിക്കാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. കാരണം അവർക്ക് ജനപിന്തുണ ഏറുന്നുണ്ട് ഓരോ ദിവസവും. ആലപ്പുഴ ചേർത്തലയിലെ ഹോട്ടലിൽ ഡിവൈഎഫ്ഐ CPM നേതാക്കളും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ സംഘർഷം. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ്, CPM മുൻ ലോക്കൽ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ മകൻ എന്നിവരാണ് ജീവനക്കാരുമായി ഏറ്റുമുട്ടിയത്. പോലീസ് കേസ് ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയതായും ആരോപണം ഉണ്ട്. വിവരങ്ങൾ നൽകാനായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, വിശദാംശങ്ങൾ. വീണ, ചേർത്തലയിലെ ഹോട്ടലിൽ, അതായത് മീൻ വിഭവങ്ങൾക്ക് പ്രശസ്തമായ ചേർത്തലയിലെ ഒരു ഹോട്ടലിൽ കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. സ്ഥലത്തെ ഡിവൈഎഫ്ഐ CPM നേതാക്കളും ആ ഹോട്ടലിലെ ജീവനക്കാരും തമ്മിലായിരുന്നു സംഘർഷം ഉണ്ടായത്. ഈ CPM ഡിവൈഎഫ്ഐ നേതാക്കൾ ആദ്യം
ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്ന സമയത്ത് ആദ്യം ഹോട്ടൽ ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു പോകാതിരിക്കാൻ CPM ശ്രമിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ്, CPMന്റെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ മകൻ എന്നിവരാണ് ഹോട്ടലിലെ ജീവനക്കാരുമായി ഏറ്റുമുട്ടിയത്. പോലീസ് കേസ് എടുത്തിട്ടില്ല. ജീവനക്കാർ പരാതി നൽകിയെങ്കിലും പോലീസ് കേസ് എടുക്കാൻ തയ്യാറായിട്ടില്ല. പോലീസ് കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി എന്നും ജീവനക്കാർ പറയുന്നുണ്ട്. സംഘർഷത്തിൽ ഉൾപ്പെട്ട 3 പേരും അഭിഭാഷകരാണ്. എന്തായാലും ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേസ് ഇല്ലാതാക്കി തീർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുമുണ്ട്. വീണ. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ നമ്മുടെ സമാപന സമയമായി. ഓക്കെ, 2 മണിക്കൂർ ഇങ്ങനെ വിവിധ വാർത്തകളിലൂടെ കടന്നുപോയി. വാർത്തകളുടെ തത്സമയ വിവരങ്ങൾ തുടരുക തന്നെയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് അതിലേക്കാണ് പോവുക. പ്രേക്ഷകർ ജനം TV ക്കൊപ്പം തുടരുക. നമസ്തേ.